हरे कृष्णा सर्वं कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, രാധാ പവനപുരേശൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. നമസ്തേ. എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഒരു മിനിറ്റ്. കിച്ചൂട്ടൻ്റെ മുഖം പറയാൻ പാടില്ല, അതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 93 42 49 49 41. ഗുരുവായൂർ മഞ്ജരീസിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണു സഹസ്രനാമം അർത്ഥസഹിതം. അപ്പം എല്ലാവരും മാക്സിമം ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പുകളിലും വാട്സപ്പിലും നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ഗ്രൂപ്പുകളിലും ഒക്കെ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരിലേക്കും നമ്മുടെ മഞ്ജരീസിൻ്റെ ക്ലാസ് എത്തട്ടെ. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ക്ലാസ്സുകൾ എത്തി എല്ലാവർക്കും വിഷ്ണു സഹസ്രനാമം ജപിക്കാനാവട്ടെ. ഗുരുവായൂർ മഞ്ജരീസിന് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ദയവായി 93 42 49 49 41 എന്ന നമ്പറിലേക്ക് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് തരിക. എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിങ്ങളെ സമയം പോലെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. നമ്മൾ 251 പേർക്കുള്ള ഭക്ഷണം തെരുവിൽ കൊടുത്തു. യഥാർത്ഥത്തിൽ 255 ആയിരുന്നു. പക്ഷേ നമ്മൾ 251 പേർക്ക് അന്നദാനം കൊടുക്കാൻ സാധിച്ചു. അത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറയുന്ന ഒരു കുടുംബ കൂട്ടായ്മ കാരണം 255 പേര് ഒരു രാത്രിയിൽ അത്താഴ പട്ടിണി കിടക്കാതെ സ്വസ്ഥമായി കിടന്നുറങ്ങുകയും അവർക്ക് കൊടുക്കുന്ന ഭക്ഷണപ്പൊതിയായിരിക്കുന്ന സ്നേഹപ്പൊതിയിൽ നമ്മൾ രാവിലെ കഴിക്കാനുള്ളതും കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു. 2 നേരം പട്ടിണിയില്ലാതെ ഇന്ന് മഞ്ജരീസ് കുടുംബം കാരണം ഏറ്റവും ചുരുങ്ങിയത് 108 പേരെങ്കിലും തെരുവിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് സ്വസ്ഥമായി കിടന്നുറങ്ങുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിൽ അത് 108 എന്നുള്ളത് 151, 200, 251 വരെ ആവാറുണ്ട്. അത് വളരെ വലിയ അനുഗ്രഹമാണ്. കാരണം അന്നദാനം മഹാദാനമാണ്. നമ്മൾ എന്തൊരു സാധനം ദാനമായിട്ട് നൽകിക്കഴിഞ്ഞാലും, ഭൂമി, സ്വർണം, വസ്ത്രം, പശു, എന്ത് നൽകിക്കഴിഞ്ഞാലും എത്ര കൊടുത്താലും വേണം എന്ന് പറയുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മതി എന്ന് പറയുന്നൊരു കാലമാണത്, അല്ലെ? ഒരിക്കലും വയറ് നിറച്ച് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വേണം എന്ന് പറയില്ല. ഇനിയും സൗണ്ട് കുറവാണോ? ഇപ്പോഴും കേട്ടൂടെ? ഇപ്പൊ കേൾക്കാവോ? ഞാൻ എന്നും പറയുന്ന സൗണ്ടിലാണ് പറയുന്നത്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? വസ്ന ജയറാം, കണ്ണൻ, 2 പേരാണ് പറഞ്ഞത് സൗണ്ട് കുറവാണെന്ന്. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? പറയൂ. ഉണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും. എന്താ പറയുക, ഏതൊരാൾക്ക് നമ്മൾ ഭക്ഷണം നൽകി കഴിഞ്ഞാലും അവർ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ മതി എന്ന് പറയും. ആ ഒരു തൃപ്തിയാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. ഈ ഒരു അനുഗ്രഹം ഒന്നിനും തുല്യമാവില്ല. അതുകൊണ്ട്
ഗുരുവായൂർ മഞ്ജരീസിലൂടെ അന്നദാനം നൽകാൻ ദിനവും സഹായിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ സഹായിക്കുന്ന എല്ലാവർക്കും 1000 നന്ദി നിങ്ങളുടെ പാദങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഗുരുവായൂർ മഞ്ജരീസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം മഞ്ജരീസിലൂടെ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിന് 3 നേരം കൊടുക്കാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് വൈകാതെ തന്നെ ചെയ്യാൻ സാധിക്കും. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് മഞ്ജരീസിലൂടെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണു സഹസ്രനാമമാണ്. അപ്പം എല്ലാവരും ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അർത്ഥം അറിഞ്ഞ് ജപിക്കുമ്പോൾ അതിൻ്റെ ഫലം കൂടും. മനസ്സിലായോ? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ രുചി അറിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പം എന്താ സംഭവിക്കുന്നത്? നമുക്കൊരു സംതൃപ്തി കൂടുതലാണ് അല്ലേ? രുചി അറിഞ്ഞ് കഴിക്കുമ്പോൾ. അപ്പോൾ രുചി അറിയാതെ കഴിക്കുമ്പം ഏതോ വിശപ്പിന് വേണ്ടി കഴിച്ചു. പക്ഷെ രുചി അറിഞ്ഞ് കഴിക്കുമ്പോഴോ ഒരു സംതൃപ്തിയാണ്. അതേപോലെ വിഷ്ണു സഹസ്രനാമം നമ്മൾ അർത്ഥം അറിഞ്ഞ് പഠിക്കുമ്പോൾ, എല്ലാ അർത്ഥവും നമ്മൾക്ക് മനസ്സിൽ ഓർത്ത് വെക്കാൻ സാധിക്കില്ല, എങ്കിലും അർത്ഥം അറിഞ്ഞ് പഠിക്കുമ്പോൾ അതിനൊരു ആനന്ദവും സന്തോഷവും സംതൃപ്തിയും വേറെ തന്നെയാണ്. ഓക്കെ, എന്തായാലും വിജയ് പ്രഭു, അങ്ങേക്ക് കേരളത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. പാവം അവിടെ ടിക്കറ്റ് കിട്ടാതെ പെട്ടുപോയതായിരുന്നു. നമ്മുടെ കിച്ചൂട്ടനെ വിളിച്ച് പ്രാർത്ഥിച്ച് നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി. സന്തോഷമായി സമാധാനമായി. ഗുരുവായൂർ മഞ്ജരീസ് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗം. എല്ലാവരും പ്രധാനപ്പെട്ടതാണ്, എങ്കിൽ കൂടിയും അദ്ദേഹം ഇപ്പോൾ വിദേശത്തുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ നാട്ടിലേക്ക് വിളിക്കണം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട അംഗത്തിന് നാട്ടിലേക്ക് സ്വാഗതം. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അമ്മയെല്ലാം കാത്തിരിക്കുകയാണ് വരിക നാട്ടിലേക്ക്. ഇനിയും മഞ്ജരീസിലെ ഒരുപാട് കുടുംബാംഗങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. പല പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. ഒരു അരക്ഷിതാവസ്ഥ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും മഞ്ജരീസ് കുടുംബത്തിലെ പുറത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ശരിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരാപത്തും മഞ്ജരീസ് കുടുംബത്തിലെ ഒരാൾക്കും ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് ഉണ്ടായിക്കോട്ടെ എന്നല്ല. ലോകത്തെ സമാധാനം എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കണം. അതിനായി നമ്മൾ ദിവസവും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എവിടം വരെയായിരുന്നു നമ്മൾ എടുത്തത് ലാസ്റ്റ് ക്ലാസ്? സൂപ്പർ. എവിടം വരെയായിരുന്നു ലാസ്റ്റ്? ഇനി ഏത് ശ്ലോകം എടുക്കണം? എത്രാമത്തെ ശ്ലോകം എടുക്കണം പറയൂ. നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗുരുകുലം കുട്ടികളുടെ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ഏറ്റവും ചെറിയ കുട്ടിയായിരിക്കുന്ന നമ്മുടെ ശിവാക്ഷി, ഏറ്റവും ചെറിയ മോളായിരിക്കുന്ന ശിവാക്ഷി മുതൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആയിരിക്കുന്ന നമ്മുടെ എന്താ പറയുക രേണു മഹേന്ദ്രൻ, കാർത്തിക, അവർ വരേക്കും കൃഷ്ണയും കാർത്തികയും ഒക്കെ ലളിത സഹസ്രനാമം പഠിച്ചു തുടങ്ങി. മക്കൾക്ക് നമ്മൾ വളരെ സ്മൂത്തായിട്ട് അർത്ഥസഹിതം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് വലിയൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നു. കുഞ്ഞുങ്ങളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഭഗവതിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടാവട്ടെ. ലളിത സഹസ്രനാമം ജപിക്കുന്ന ഒരാൾക്ക് തോൽവിയില്ല എന്ന് കരുതി മറ്റു സഹസ്രനാമം ജപിക്കുന്നവർക്ക് തോൽവിയുണ്ട് എന്നല്ല കേട്ടോ. എങ്കിൽ കൂടിയും മക്കളെല്ലാവരും അമ്മയുടെ തൃപ്പാദങ്ങളിൽ സുരക്ഷിതമായിരിക്കണം. അതിനായി നമ്മൾ ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗുരുകുലം കുട്ടികളെ ലളിത സഹസ്രനാമം അഭ്യസിപ്പിച്ചു തുടങ്ങി. അവർ വളരെ മനോഹരമായി എളുപ്പം 2 ലൈൻസ് പഠിച്ചു. ആ 2 ലൈൻ അവർ പഠിക്കുക എന്ന് പറയുന്നത് കോടി ജന്മങ്ങളുടെ പുണ്യമാണ്. ആ സന്തോഷം ഞാൻ ഗ്രൂപ്പ് വഴിയും ഫേസ്ബുക്ക് പേജ് വഴിയും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും മക്കളെ അനുഗ്രഹിക്കുക. നാളെയുടെ ഭാവി തലമുറ, ഭാവി വാഗ്ദാനങ്ങളാണ്. അവർ യാതൊരുവിധ പ്രയാസങ്ങളിലേക്കും പോകാതെ ലളിത സഹസ്രനാമത്തിലൂടെ അമ്മയുടെ തൃപാദങ്ങളിൽ മുറുകെ പിടിച്ച് ജീവിച്ച് ജയിച്ച് മുന്നേറാൻ നമുക്ക് എല്ലാവർക്കും അവരെ അനുഗ്രഹിക്കണം കേട്ടോ. ഇനി 46, 45 വരെ എടുത്തു. ഇനി 46 അല്ലേ? നമ്മൾ 46 എത്തിയല്ലേ? അറിഞ്ഞില്ല ഇത്രയും എത്തിയത്. എല്ലാവരും ക്ലാസ് മാക്സിമം ഷെയർ ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ ഒരു ഷെയറിംഗ് കൊണ്ട് ഒരാൾ രക്ഷപ്പെടുമെങ്കിൽ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം വേറെ ഇല്ല. അപ്പൊ എല്ലാവരും പുസ്തകം എടുക്കുക. 46ാമത്തെ ശ്ലോകം. വിസ്താരഹ വിസ്താരഹ സ്ഥാവരഹ വിസ്താരഹ സ്ഥാവരഹ സ്ഥാണുഹ. 2 കുത്ത് വരുമ്പം ഹ എന്ന് ചേർത്ത് വായിക്കണം. സ്ഥാണുഹ പ്രമാണം പ്രമാണം ബീജമവ്യയം ബീജമവ്യയം. അപ്പോൾ നമുക്കൊന്ന് കൂട്ടി വായിക്കാം. വിസ്താരഹ സ്ഥാവരഹ സ്ഥാണുഹ പ്രമാണം ബീജമവ്യയം. അർത്ഥോ അനർത്ഥോ
ഇങ്ങനെ എഫ് പോലെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ എന്നാണ് വായിക്കേണ്ടത്. അർത്ഥോ അനർത്ഥോ മഹാകോശോ, അർത്ഥോ അനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധനഃ, മഹാഭോഗോ മഹാധനഃ. അപ്പൊ ഒന്ന് ചേർത്ത് വായിക്കാം. വിസ്താരഃ സ്ഥാവരഃ സ്ഥാണുഃ പ്രമാണം ബീജമവ്യയം അർത്ഥോ അനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധനഃ. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ വിസ്താരഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമസ്ത ലോകങ്ങളും ആരിൽ നിന്നാണോ വിസ്തരത്തെ പ്രാപിക്കുന്നത് അദ്ദേഹത്തെ നമ്മൾ വിസ്താരഃ എന്ന് വിളിക്കുന്നു. ഈ ലോകങ്ങളെല്ലാം ആരിൽ നിന്നാണ് വരുന്നത്? ഭഗവാനിൽ നിന്ന്, അല്ലെ? എല്ലാം വരുന്നത് ഭഗവാനിൽ നിന്നാണ്. അപ്പൊ ഈ ലോകങ്ങളെല്ലാം ഭഗവാനിൽ നിന്ന് വരുന്നത് കൊണ്ട് ഭഗവാനെ നമ്മൾ എന്താ വിളിക്കുന്നത്? വിസ്താരഃ എന്ന് വിളിക്കുന്നു. ഇനിയോ വിസ്താര സ്ഥാവരഃ, സ്ഥാവരഃ സ്ഥാണു, അത് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ വിസ്താര സ്ഥാവരഃ സ്ഥാണു. സ്ഥാവരഃ സ്ഥാണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതിശീലനും, ഭഗവാൻ സ്ഥിതിയാണ്. ഓക്കെ, എപ്പോഴും ഉണ്ട്, എപ്പോഴും നിലനിൽക്കും. നമ്മൾ ആരും എപ്പോഴും നിലനിൽക്കില്ല, ഈ ഭൂമിയിലുള്ള ഒന്നും എപ്പോഴും നിലനിൽക്കില്ല. പക്ഷെ ഭഗവാൻ എന്നും നിലനിൽക്കും. അതുകൊണ്ട് സ്ഥിതിശീലനും സ്ഥിരതയുള്ളവനും ഭൂമിയിലെ പദാർത്ഥങ്ങൾക്ക് സ്ഥിതിസ്ഥാനവുമായവൻ. ഈ ഭൂമിയിലുള്ള എല്ലാത്തിലും ആരുണ്ട്? ഭഗവാനുണ്ട്. സമസ്ത കാര്യങ്ങളിലും ഭഗവാനുണ്ട്. അപ്പം ഈ ഭൂമിയിലെ എല്ലാ പദാർത്ഥങ്ങളിലും ലയിച്ചിരിക്കുന്ന, അപ്പൊ എന്താണ്? ആ ഒരു ഭഗവാനെയാണ് നമ്മൾ സ്ഥാവര സ്ഥാണുഹ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ആ ഒരു ഭഗവാനെ നമ്മൾ സ്ഥാവര സ്ഥാണുഹ എന്ന് വിളിക്കുന്നു. പ്രമാണം വിസ്താരഃ സ്ഥാവരഃ സ്ഥാണുഹ പ്രമാണം. പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംവിത്, അതായത് ബുദ്ധി ജ്ഞാനം, ഇതെല്ലാം പ്രമാണമാണ്, അല്ലെ? അപ്പൊ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി സ്ഥിതി സ്ഥാനം ജ്ഞാനം എല്ലാം കൂടിയത്, അതാണ് പ്രമാണം. പ്രമാണത്തിനൊരു സത്യമുണ്ട്, അല്ലെ? പ്രമാണം, ആ സത്യത്തെയാണ് നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ പ്രമാണം എന്ന് പറയുന്നു. ബീജമവ്യയം, ബീജമവ്യയം വിസ്താരഃ സ്ഥാവരഃ സ്ഥാണുഹ പ്രമാണം ബീജമവ്യയം. ബീജമവ്യയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനധ്യാഭാവം കൂടാതെ സംസാരത്തിന്റെ കാരണമായവൻ. സംസാരം, ഈ ലോകം നിലനിർത്തുന്നതും ഈ ലോകത്ത് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം നടത്തുന്ന ആ ഭഗവാൻ, ഈ സംസാരത്തിന്റെ ഈ ലോകത്തിന്റെ കാരണമായിരിക്കുന്ന ആ ഭഗവാനെ ബീജമവ്യയം എന്ന് വിളിക്കുന്നു. ബീജം എന്ന് പറഞ്ഞാൽ അറിയാലോ, വിത്ത്. ബീജമവ്യയം, എല്ലാത്തിനും കാരണമായിരിക്കുന്ന ആ ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ ബീജമവ്യയം എന്ന് വിളിക്കുന്നത്. ഇനിയോ അർത്ഥോ, ഇപ്പൊ നമ്മള് വിസ്താരഃ സ്ഥാവരഃ സ്ഥാണുഹ പ്രമാണം ബീജമവ്യയം വരെ പഠിച്ചു. ഇനി അർത്ഥോ അനർത്ഥോ. അർത്ഥോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സുഖസ്വരൂപനാകയാൽ സകരാലാലും അർപ്പിക്കപ്പെടുന്നവൻ ഭഗവാൻ. നമുക്ക് സുഖം, ശാന്തി, സമാധാനം, അതുപോലെ ആത്മീയത, ഈ ലോക ജീവിതത്തിൽ ജീവിക്കാനുള്ള ഭൗതികത എന്ന് വേണ്ട സമസ്തവും നൽകുന്നത് കൊണ്ട് ഭഗവാനെ നമ്മൾ സുഖസ്വരൂപൻ എന്ന് വിളിക്കുന്നു. സകലരാലും എല്ലാവരാലും ഭഗവാൻ ആരാധിക്കപ്പെടുന്നുണ്ട്. മനസ്സിലായില്ലേ? എല്ലാവരാലും ഭഗവാൻ ആരാധിക്കപ്പെടുന്നുണ്ട്. അർത്ഥഃ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഇനി അനർത്ഥഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്തൻ ആകിയാൽ യാതൊരു അർത്ഥവുമില്ലാത്തവൻ. അതായത് ആപ്തൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണം, പൂർണ്ണമായതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്ന് പറയാം. അതായത് യാതൊരുവിധ അനർത്ഥവും ഇല്ല ഭഗവാൻ, എല്ലാം പൂർണ്ണമായിരിക്കുകയാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അനർത്ഥങ്ങൾ ഒന്നും തന്നെ ഇല്ല, ഒരു ഇല്ലായ്മയും ഇല്ല, എല്ലാം ഭഗവാനിൽ സമ്പൂർണമാണ്. ഇനിയോ മഹാകോശ. മഹാകോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അന്നമയം മുതലായിരിക്കുന്ന മഹത്തുക്കളായിരിക്കുന്ന കോശങ്ങളാകുന്ന ആച്ഛാദനങ്ങളുള്ളവൻ. അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, ജ്ഞാനമയം, ആനന്ദമയം, ഇതാണ് പഞ്ചകോശങ്ങൾ. പഞ്ചകോശങ്ങൾ എഴുതി വെച്ചോളൂ. ആരൊക്കെയോ നമ്മുടെ ക്ലാസ് എഴുതിയെടുക്കുന്നുണ്ട്. അപ്പൊ എഴുതിയെടുക്കുന്നവര് 5 കോശങ്ങൾ ഏതൊക്കെയാണ് എഴുതിയെടുക്കുക. ഇങ്ങനെ ഇടയ്ക്ക് ചില ക്ലാസ്സുകൾ എടുത്തു പോകുമ്പോഴാണ് ഇതൊക്കെ പറയാൻ സാധിക്കുന്നത്. 5 കോശങ്ങൾ എഴുതി വെക്കൂ.
5 മഹാകോശങ്ങൾ ഏതൊക്കെയാണ്? അന്നമയ കോശം, അന്നമയം. 5 പ്രധാന കോശങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നമയം. എഴുതുന്നവരുണ്ടോ ആരെങ്കിലും? അന്നമയം. പ്രാണമയം. അന്നമയം, പ്രാണമയം, മനോമയം. അന്നമയം, പ്രാണമയം, മനോമയം. ജ്ഞാനമയം. അന്നമയം, പ്രാണമയം, മനോമയം, ജ്ഞാനമയം. ആനന്ദമയം. ഇത്രയല്ലല്ലോ ഇനിയുണ്ട്. ആനന്ദമയം. ഇത് എടുത്തു കഴിഞ്ഞതാണ്. ഇത് 3 എടുത്തു കഴിഞ്ഞതാണ്. അന്നമയം, പ്രാണമയം എഴുതിക്കോളൂ. അന്നമയം, പഞ്ചമഹാകോശങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പഞ്ചമഹാകോശങ്ങൾ. അന്നമയം, പ്രാണമയം, മനോമയം. അന്നമയം, പ്രാണമയം, മനോമയം, ജ്ഞാനമയം, ആനന്ദമയം. ജ്ഞാനമയം, ആനന്ദമയം. ഇങ്ങനെ പഞ്ചമഹാകോശങ്ങൾ. അതാണ് ഭഗവാനെ മഹാകോശ എന്ന് വിളിക്കുന്നത്. മഹാകോശ എന്ന് വിളിക്കാൻ കാരണം അതാണ്. ഓക്കെ, മഹാകോശ എന്ന് വിളിക്കാനുള്ള റീസൺ അതാണ്. പഞ്ചമഹാകോശങ്ങൾ ചേർന്നതാണ് ഭഗവാൻ. അതുകൊണ്ട് അദ്ദേഹത്തെ മഹാകോശ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തരാൻ വേണ്ടിയിട്ടേ ചില കാര്യങ്ങളൊക്കെ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ചില നല്ല നല്ല അറിവുകൾ. അതാണ് ക്ലാസ്സിന്റെ ഇടയ്ക്ക് പറഞ്ഞുതരാലോ എന്ന് ഓർത്തിട്ടാണ് അത് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് തപ്പിയെടുത്തത്. എവിടെ നിന്നൊക്കെ റെഫർ ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കി പ്രിന്റ് ചെയ്തെടുക്കണമെന്ന് അറിയോ? കണ്ടോ? എത്ര ബുക്സ് വായിച്ചാലാണ് ഇങ്ങനെയൊക്കെ കിട്ടണത്? രാത്രി കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ബുക്സ് വേണം, രാത്രി എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ബുക്സ് വേണം. എൻ്റെ ഭക്ഷണം പോലെ ആയിട്ടുണ്ട് ബുക്സ്. ഇത് വായിച്ച് 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 എന്താണ് സാരല്ലേ തങ്കമണി മാതാജി? ഇത് വായിച്ച് ടൈപ്പിംഗ്, പ്രിന്റിങ്, ഇതാണ് ജോലി. അങ്ങനെ പ്രിന്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോരോ കാര്യങ്ങൾ വീണ്ടും ക്ലാസ്സിലൂടെ ഒരു വട്ടം കൂടെ ഞാൻ വായിച്ചു നോക്കി. അങ്ങനെയാണ് എടുത്തു തരുന്നത് ക്ലാസ്. ഇപ്പൊ നമ്മള് മഹാകോശങ്ങൾ ഏതൊക്കെയാന്ന് പഠിച്ചു അല്ലേ? അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, ജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഇതാണ് പഞ്ചമഹാകോശങ്ങൾ. ഇനി നമുക്ക് പഞ്ചമഹായജ്ഞങ്ങൾ പഠിക്കാം. അത് ഇതിലില്ലട്ടോ, അതില്ലാത്തതാണ്, അത് എക്സ്ട്രാ പുറത്തു നിന്നുള്ള അറിവാണ്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മഹാകോശോ എന്ന് കഴിഞ്ഞാല് മഹാകോശോ മഹാഭോഗോ എന്ന് പറയുന്നുണ്ട്. മഹാഭോഗോ അതിന്റെ ഒന്നുകൂടി പറയണോ? അന്നമയ കോശം എഴുതിയോ? അന്നമയ കോശം, പ്രാണമയം, അന്നമയം, പ്രാണമയം, മനോമയം. അന്നമയം, പ്രാണമയം, മനോമയം. അന്നം പ്രാണൻ, ജീവൻ. മനസ്സ് മനോമയം. ജ്ഞാനം, ജ്ഞാനം അറിവ്, ജ്ഞാനമയം. ആനന്ദമയം സന്തോഷം. മനസ്സിലായില്ലേ? 5 മഹാകോശങ്ങളാണത്. ഇപ്പോ ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അന്നം കഴിച്ചാൽ എന്താണ്? ഭക്ഷണം കഴിച്ചിട്ട് ജീവൻ നിലനിർത്തുക, അന്നമയം. അന്നം കഴിച്ച് പ്രാണം നിലനിർത്തുക, പ്രാണമയമായി. ഓക്കെ, അന്നം കഴിച്ച് പ്രാണൻ നിലനിർത്തി മനസ്സ് തൃപ്തിയാവും അല്ലെ? മനസ്സ് തൃപ്തിയാക്കി. അപ്പോൾ വിശന്നാ നമുക്ക് എന്താണ്? കണ്ണ് കാണൂല, അറിവുണ്ടാവില്ല. നമുക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഒന്നും തലയിൽ കയറാത്തൊരവസ്ഥ. വിശപ്പെല്ലാം മാറി സ്വസ്ഥമായിട്ട് ഇരുന്നാൽ നമുക്ക് എന്താ കിട്ടുക? ജ്ഞാനം. ഒരുപാട് അറിവ് സമ്പാദിക്കാനും ശ്രദ്ധിക്കാനും കേൾക്കാനും പഠിക്കാനും വായിക്കാനും ഉറങ്ങാനും ഒക്കെ സാധിക്കും. അപ്പോൾ
എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കാം. അന്നം കഴിച്ച് പ്രാണൻ നിലനിർത്തി മനസ്സ് റിലാക്സ് ആക്കി, മനസ്സ് സ്വസ്ഥമാക്കി ജ്ഞാനം അറിവ് സമ്പാദിച്ച് ആനന്ദത്തിൽ ജീവിക്കാം. കിട്ടിയോ? അത് എളുപ്പ വഴിയാണ്. ഓക്കെ, പണ്ട് ഞാൻ ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സ്കൂളിൽ പഠിക്കുമ്പം ഇങ്ങനെ ഒരു ബ്രാക്കറ്റ്, ഇങ്ങനെ ഒരു ബ്രാക്കറ്റ്, ഇനി സെറ്റിന്റെ ഒരു ബ്രാക്കറ്റ്, ഇങ്ങനെ പല ബ്രാക്കറ്റ് വരുമ്പം ഏതാപ്പ കൂട്ടുക കുറയ്ക്കുക, എന്താ പറയാ, ഹരിക്കണം, കൂട്ടണം, കുറയ്ക്കണം, ഒന്നും മനസ്സിലാവണില്ല, ഏതാ എന്താ ആദ്യം ചെയ്യാന്ന്. അപ്പൊ അതിനൊരു എളുപ്പവഴി ഉണ്ടാക്കി. ബോർഡ് മാത്സ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, അറ്റ് ലാസ്റ്റ് സബ്സ്ട്രാക്ഷൻ. ആരേലും അറിഞ്ഞാ എന്നെ ചീത്ത വിളിക്കും. അപ്പൊ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ ആദ്യം ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ഓക്കെ മൾട്ടിപ്പിൾ ചെയ്യാം, അഡീഷൻ പ്ലസ്, അറ്റ് ലാസ്റ്റ് സബ്സ്ട്രാക്ഷൻ മൈനസ്. ബോർഡ് മാത്സ് അതാണ്. ആ പല 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 ബ്രാക്കറ്റുകൾ ഉണ്ടാവുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ആൻസർ കറക്റ്റ് ആയി. അപ്പൊ അതേപോലെ അന്നമയം, അതായത് ആദ്യം ഭക്ഷണം കഴിച്ചാൽ പ്രാണൻ നിലനിൽക്കും, പ്രാണമയം. ഓക്കെ, അന്നമയം പ്രാണമയം, എന്നിട്ടോ മനോമയം. അപ്പൊ ഭക്ഷണം കഴിച്ചാൽ മനസ്സിനൊരു ആനന്ദം, ഓ സമാധാനം, വയറ് നിറഞ്ഞു അല്ലെ, മനോമയം. അപ്പൊ അന്നമയം പ്രാണമയം മനോമയം, എന്നിട്ടോ മനോമയം കഴിഞ്ഞാൽ എന്താണ്, ജ്ഞാനമയം. അപ്പൊ വയറൊക്കെ നിറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയാ, ഹോ വിശപ്പ് വന്നു കഴിഞ്ഞാൽ കണ്ണു കാണൂല. അപ്പൊ അന്നമയം പ്രാണമയം മനോമയം ജ്ഞാനമയം, എന്നിട്ടോ ആനന്ദമയം. അപ്പൊ സന്തോഷായി, ആനന്ദമയം. ഇതാണ് 5 മഹാകോശങ്ങൾ. ഈ 5 മഹാകോശങ്ങളും അടങ്ങിയതുകൊണ്ട് ഭഗവാനെ മഹാകോശ എന്ന് വിളിക്കുന്നു. അന്നം, പ്രാണൻ, മനസ്സ്, ജ്ഞാനം, ആനന്ദം. ക്ലിയർ? ഇനി ഓർമ്മയെന്ന് ഒരിക്കലും മറന്നു പോവില്ല. 5 മഹാകോശങ്ങൾ ഏതെന്ന് വെച്ചാൽ സൂപ്പർ. ഓക്കെ, ഇനി മഹാഭോഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖസ്വരൂപമായിരിക്കുന്ന മഹത്തായ ഭോഗമുള്ളവൻ. എല്ലാവർക്കും സുഖവും സമാധാനവും ശാന്തിയും നൽകുന്നത് ഭഗവാനാണ്. നമ്മുടെ കർമ്മഫലം അനുസരിച്ചാണ് നമ്മൾക്ക് പലപ്പോഴും ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നത്. അത് സാരമില്ല, അത് ഭഗവാന്റെ നാമം ജപിക്കേ 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 പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കും. പിന്നെയോ മഹാഭോഗോ മഹാധന. മഹാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭോഗസാധനാരൂപമായിരിക്കുന്ന മഹത്തായ ധനമുള്ളവൻ. ഭഗവാന്റെ എന്താ പറയാ, ധനം ഭോഗസാധനാരൂപം. അതായത് ഭോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കാൻ മാത്രമുള്ള സാധനാരൂപമായിരിക്കുന്ന മഹത്തായ ധനമുള്ളവൻ. നമുക്ക് വേണ്ടത് എന്താണ്? സാധനയാണ് അല്ലെ. ജീവിതത്തിൽ സാധനയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളൊന്ന് മനസ്സറിഞ്ഞ് ഭഗവാനെ ജപിച്ച് പ്രാർത്ഥിച്ച് വന്നു കഴിഞ്ഞാൽ അതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമാവും. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ഉപേക്ഷിക്കരുത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധം, ഉറങ്ങെഴുന്നേറ്റ് ഒരു ചായ നിർബന്ധം, ഉച്ചയ്ക്ക് ചോറും രസവും പപ്പടവും സാമ്പാർ അല്ലെങ്കിൽ ഒരു ചമ്മന്തി എങ്കിലും നിർബന്ധമായിട്ട് ചോറ് കിട്ടണം. വൈകിട്ട് ഒരു കാപ്പിയോ ചായയോ കിട്ടണം. രാത്രി എന്തെങ്കിലും കുറച്ച് കിട്ടിയാൽ മതി. ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഇതേപോലെ നമ്മൾ എന്താണ്, സാധന ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഇതിനെല്ലാം നിയന്ത്രിക്കാൻ സാധന കൊണ്ട് കഴിയും. അപ്പോ ജീവൻ നിലനിർത്താനും ജീവിതം നിലനിർത്താനുമായിട്ടുള്ള ഒരു മഹത്തായ സാധന സമ്പത്ത് തന്നെ ഭഗവാന്റെ കയ്യിലുണ്ടെന്നാ പറഞ്ഞത്. അതായത് ആര് ഭഗവാനെ ആരാധിക്കുന്നോ ആ ആരാധിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാൻ സാധന ചെയ്യാനുള്ള വലിയ ജ്ഞാനവും അറിവും മനസ്സും നൽകും. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മഹാധന എന്ന് വിളിക്കുന്നത്. അപ്പോ സമസ്ത ലോകങ്ങളും ആരിൽ നിന്നുണ്ടാകുന്നു? എല്ലാ ജീവജാലങ്ങളെയും പദാർത്ഥങ്ങളെയും ഭൂമിയിൽ നിലനിർത്തുന്നത് ആരാണോ ആ ബുദ്ധിയും ജ്ഞാനവും അറിവും നൽകുന്ന, ഒരു അന്യഥാഭാവം കൂടാതെ സംസാരത്തിന്റെ കാരണമായിരിക്കുന്ന, സുഖസ്വരൂപനായി സകലരാലും ആരാധിക്കപ്പെടുന്ന, പൂർണ്ണമായിരിക്കുന്ന ആ ഭഗവാൻ 5 മഹായോഗങ്ങൾ എന്താണ്? അന്നമയം, പ്രാണമയം, മനോമയം, ജ്ഞാനമയം, ആനന്ദമയമായിരിക്കുന്ന 5 പഞ്ചമഹാകോശങ്ങളാൽ സുഖസ്വരൂപമായിരിക്കുന്ന മഹത്തായ ഭോഗമുള്ള, ഭോഗസാധനാരൂപമായിരിക്കുന്ന മഹത്തായ അനുഗ്രഹം നൽകുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഓക്കെ, അപ്പൊ ഇനി
നമ്മൾ 5 മഹായോഗങ്ങൾ പഠിച്ചു അല്ലെ, സോറി 5 മഹാകോശങ്ങൾ പഠിച്ചു. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് പഞ്ചമഹായജ്ഞങ്ങളും കൂടി പഠിച്ചു പോവാം. അത് മറ്റേ വിഷ്ണു സഹസ്രനാമത്തിൽ ഇല്ല, പക്ഷെ പുറത്തുനിന്നുള്ള അറിവ് പറഞ്ഞുതരാം. പഞ്ചമഹായജ്ഞങ്ങൾ എന്താണ്? നമ്മുടെ ഹിന്ദു ജീവിത രീതി പ്രമാണിച്ച് അല്ലെങ്കിൽ അതാ ജീവിത രീതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഹൈന്ദവ ജീവിത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ജീവിത രീതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു മനുഷ്യന്റെ ജീവിത കാലത്തെ, നമ്മുടെ ഹൈന്ദവ ജീവിത രീതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു മനുഷ്യന്റെ ജീവിത കാലത്തെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, 4ആയിട്ട് നമുക്ക് തരംതിരിക്കാം. എങ്ങനെയാണ്? ഓരോ കാലങ്ങളിലും നമ്മൾ ആചരിക്കേണ്ട ജീവിത ക്രമങ്ങളുണ്ട്. ഓരോ കാലങ്ങളിലും നമ്മൾ ആചരിക്കേണ്ട ജീവിത ക്രമങ്ങൾ. ഓക്കെ, ആ ക്രമങ്ങളെ നമ്മൾ എന്താ പറയുന്നത്? ചതുരാശ്രമങ്ങൾ എന്ന് പറയുന്നു. ചതുരാശ്രമങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഹൈന്ദവ ജീവിത രീതി അനുസരിച്ച് ജീവിക്കേണ്ട ആ 4 കാലങ്ങളിൽ ആചരിക്കേണ്ട ജീവിത ക്രമങ്ങളെ ചതുരാശ്രമങ്ങൾ എന്ന് പറയുന്നു. വിദ്യാഭ്യാസ കാലഘട്ടമായിരിക്കുന്ന ബ്രഹ്മചര്യ ആശ്രമം, ബ്രഹ്മചര്യാശ്രമം വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് നമുക്ക് ബ്രഹ്മചര്യമുള്ളത്. ഓക്കെ, ഒരു മനുഷ്യന്റെ ജീവിതത്തെ 4 കാലഘട്ടങ്ങളിൽ തരംതിരിച്ചിരിക്കുന്നു. ആ 4 കാലഘട്ടങ്ങളെ നമ്മൾ എന്തെന്നാ പറയണത്? ചതുരാശ്രമങ്ങൾ എന്ന് പറയുന്നു. അപ്പോ വിദ്യാഭ്യാസ കാലം, ശൈശവം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴൊക്കെ LKG എന്നൊക്കെ പറയുന്നതിനേക്കാളും മുമ്പേ പ്രീ KG, അതിന്റെ മുമ്പേ ഡേ കെയർ, അപ്പൊ തുടങ്ങി വിദ്യാഭ്യാസം. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തെ നമ്മൾ ബ്രഹ്മചര്യാശ്രമം എന്ന് പറയുന്നു. ആദ്യത്തത് ബ്രഹ്മചര്യാശ്രമം, കാണാതെ പഠിച്ചു, സൂപ്പർ. ബ്രഹ്മചര്യാശ്രമം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഗൃഹസ്ഥാശ്രമം. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറി വിവാഹിതരായി കുടുംബമായി കഴിയുമ്പോൾ ഗൃഹസ്ഥാശ്രമം. അപ്പോ മറ്റ് എല്ലാ ആശ്രമങ്ങളിലും വെച്ചിട്ട് ഗൃഹസ്ഥാശ്രമമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഗൃഹസ്ഥാശ്രമം അതെന്താന്ന് പറയാൻ കാരണം വെച്ചാല് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ കുടുംബത്തിന് വേണ്ടിയും കൂടി ജീവിക്കുന്നുണ്ട് അല്ലെ. നമ്മൾക്ക് ഒരാൾക്ക് വേണ്ടി ജീവിക്കാതെ നമ്മൾ കുടുംബത്തിന് വേണ്ടി ജീവിക്കണം. അപ്പൊ ചിന്തിക്കും, ഞാൻ, ഭാര്യ, എൻ്റെ 2 മക്കൾ, ഇത് ഒരിക്കലും കുടുംബമല്ല. കാരണം ഭാര്യയ്ക്കും കുടുംബാംഗങ്ങളുണ്ട്, ഭർത്താവിനും കുടുംബാംഗങ്ങളുണ്ട്, അറ്റ്ലീസ്റ്റ് അവരുടെ അച്ഛനമ്മമാരെങ്കിലും ഉണ്ട്. അവരെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. മനസ്സിലായില്ലേ? ഭാര്യയുടെ അച്ഛൻ, അമ്മ, അവരുടെ സഹോദരങ്ങൾ, പിന്നെ ഭർത്താവിന്റെ അച്ഛനമ്മ, സഹോദരങ്ങൾ. അപ്പൊ നമ്മൾ വിചാരിക്കും അവർ നമ്മളോട് കാണിക്കുന്ന സ്വഭാവം ഒന്നും ശരിയല്ല, അല്ലെ നമ്മളെ ദ്രോഹിക്കുന്നു. അത് അവരുടെ സംസ്കാരം, ഭക്തിയില്ലാത്ത സംസ്കാരം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഭക്തിയിൽ ഉയരാൻ ശ്രമിക്കുന്ന നമ്മള് അവരോട് വിരോധം കാണിക്കാതെ അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അവർ എന്താണ് ഭക്തി എന്നും എന്തുകൊണ്ടാണ് ചേർന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്നും മനസ്സിലാക്കും. അവരങ്ങനെയാണ് കരുതിയിട്ട് നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഗൃഹസ്ഥാശ്രമം ശ്രേഷ്ഠമാണെന്ന് പറയുന്നുണ്ട്. പിന്നെയോ മറ്റ് 3 ആശ്രമവാസികൾക്കും അടിസ്ഥാനമായിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമിയാണ്. ഇപ്പൊ ബ്രഹ്മചര്യാണെങ്കിലും ശരി, സന്യാസമാണെങ്കിലും ശരി, എന്തായാലും ശരി, ഒരു ഗൃഹസ്ഥാശ്രമിക്ക് മാത്രമേ മറ്റു 3 ആശ്രമങ്ങളിലുള്ളവരെയും സഹായിക്കാൻ പറ്റൂ. അപ്പൊ ഗൃഹസ്ഥാശ്രമി നിത്യവും ആചരിക്കേണ്ടതാണ് പഞ്ചമഹായജ്ഞങ്ങൾ. ഒരു ഗൃഹസ്ഥാശ്രമി പഞ്ചമഹായജ്ഞങ്ങൾ ആചരിക്കണം. എന്താണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 1 ബ്രഹ്മയജ്ഞം, എഴുതിയെടുത്തോളൂ. 1 ബ്രഹ്മയജ്ഞം. ഗൃഹസ്ഥാശ്രമി നിർബന്ധമായിട്ടും ആചരിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങളിൽ 1 ബ്രഹ്മയജ്ഞം. ബ്രഹ്മയജ്ഞം എഴുതിയോ? 1 ബ്രഹ്മയജ്ഞം. 2 ദേവയജ്ഞം. ദേവയജ്ഞം, ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം. പിതൃയജ്ഞം. പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, നൃയജ്ഞം. നാന്നിട്ടിട്ട് നൃയജ്ഞം. ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, നൃയജ്ഞം. 5ാമത്തത് ഭൂതയജ്ഞം. ഭൂതയജ്ഞം എഴുതിയോ?
ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, നൃയജ്ഞം, ഭൂതയജ്ഞം. ഇങ്ങനെ 5 മഹായജ്ഞങ്ങൾ കുടുംബമായി താമസിക്കുന്ന ഒരു ഗൃഹസ്ഥാശ്രമി നിർബന്ധമായിട്ടും പാലിക്കണം. ഇതിലെന്താണ് ബ്രഹ്മയജ്ഞം? എന്താണ് ബ്രഹ്മയജ്ഞം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ബ്രഹ്മയജ്ഞം എന്നാൽ എന്ത്? ഒരു ചെറിയൊരു ലൈൻ എന്തെങ്കിലും. ബ്രഹ്മയജ്ഞം എന്നാൽ എന്താ? സിമ്പിളാണ്. പ്രഭാതത്തിൽ ഉണരുക. ബ്രഹ്മയജ്ഞം എന്നാൽ പ്രഭാതത്തിൽ ഉണരുക. നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് സദ്ഗ്രന്ഥങ്ങൾ, അതായത് രാമായണോ ഗീതയോ മഹാഭാരതോ സഹസ്രനാമങ്ങളോ എന്തെങ്കിലും ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ച്, പഠിക്കുന്നതിനെ 4 പേർക്ക് പറഞ്ഞു കൊടുക്കുന്നു, പ്രചരണം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ ഞാൻ ഇതൊക്കെ എന്തുകൊണ്ടാണ് വായിച്ച് പഠിച്ച് പ്രിന്റ് എടുത്ത് വെക്കണേന്ന്? മനസ്സിലായോ? ഞാൻ ബ്രഹ്മയജ്ഞം പാലിക്കുന്നുണ്ട്. ഓരോരുത്തരും ചോദിക്കുക, ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്ന നിങ്ങൾ ബ്രഹ്മയജ്ഞം ചെയ്യുന്നുണ്ടോ? ഭക്തിയിൽ ഉയരാനും നമ്മുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറാനും പഞ്ചമഹായജ്ഞങ്ങൾ നിർബന്ധമാണ്. ബ്രഹ്മയജ്ഞം: പ്രഭാതത്തിൽ ഉണരുക, ശരീരശുദ്ധി വരുത്തുക, ഈശ്വര സ്മരണ ചെയ്യുക, സദ്ഗ്രന്ഥങ്ങൾ വായിക്കുക, പഠിക്കുക, ആ പഠിച്ചതും വായിച്ചതും പ്രചരണം ചെയ്യുക. ഇതിനെ നമ്മൾ ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നു. ക്ലിയർ? ഇനി ദേവയജ്ഞം. എന്താ ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ? ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലും സായം സന്ധ്യയിലും, സന്ധ്യാസമയത്തും രാവിലെയും ഈശ്വര സ്മരണ ചെയ്യണം. ഈശ്വരനെ സ്മരിക്കണം. രാവിലെയും വൈകുന്നേര സന്ധ്യാസമയത്തും ഈശ്വരനെ സ്മരിച്ച് ജപം, ധ്യാനം, ദീപം, ധൂപം, പുഷ്പഗന്ധാദികൾ തുടങ്ങിയവയൊക്കെ കൊണ്ട് ആരാധന ചെയ്യണം. എന്തൊക്കെയാണ്? ദേവയജ്ഞം. ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെയും വൈകുന്നേരവും. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നത്. ഇനി ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ രാവിലെയും സന്ധ്യയ്ക്കും നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വര സ്മരണ ചെയ്യണം. ഈശ്വര സ്മരണ എങ്ങനെയാ ചെയ്യാം? ജപം, ധ്യാനം, ദീപം, ധൂപം, പുഷ്പ ചന്ദനാദികൾ കൊണ്ട്, ജപം, ധ്യാനം, ദീപം, ധൂപം, പുഷ്പം, ചന്ദനം ആദികളായിരിക്കുന്ന വസ്തുക്കൾ കൊണ്ട് ആരാധന ചെയ്യുന്നതിനെ ദേവയജ്ഞം എന്ന് വിളിക്കുന്നു. അങ്ങനെ ആരാധന ചെയ്യുന്നതിനെ ദേവയജ്ഞം എന്ന് വിളിക്കുന്നു. ഇനി എന്താ? പിതൃയജ്ഞം. എന്താ പിതൃയജ്ഞം? നമ്മുടെ ശരീരം ലഭിച്ചതിൽ, നമുക്ക് നമ്മുടെ ശരീരം തന്നതാരാ? നമ്മുടെ മാതാപിതാക്കൾ അല്ലെ? മറ്റാരുമല്ല നമുക്ക് ശരീരം തന്നത്, നമ്മുടെ മാതാപിതാക്കളാണ്. ആ ശരീരം നൽകിയതിന് മാതാപിതാക്കളോട് കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് ശരീരം തന്നിരിക്കുന്ന ആ മാതാപിതാക്കളോടുള്ള കടപ്പാട്, അവരോടും അവരുടെ മാതാപിതാക്കളോടും, നമ്മുടെ അച്ഛനും അമ്മയും ആ അച്ഛനും അമ്മയും അവരുടെ മാതാപിതാക്കളോടും, ചുരുക്കം പറഞ്ഞാൽ ഒരു 7 തലമുറയോടും നമുക്ക് കടപ്പാടുണ്ട് ഇല്ലേ? അച്ഛൻ്റെ 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 അച്ഛൻ, അങ്ങനെ നോക്കിയിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും അവരുടെ മാതാപിതാക്കളും ഏറ്റവും ചുരുങ്ങിയ 7 തലമുറയോട് നമുക്ക് കടപ്പാടുണ്ട്. അങ്ങനെ മൺമറഞ്ഞു പോയ 7 തലമുറ, നമുക്ക് അറിയുന്ന 7 തലമുറയെയും സ്മരിക്കണം. ഇതാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഗൃഹസ്ഥാശ്രമി ആചരിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മയജ്ഞം: രാവിലെ ഉണരുക, ശരീരശുദ്ധി വരുത്തുക, ഭഗവാനെ സ്മരിക്കുക, നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുക, വായിച്ചതും പഠിച്ചതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ബ്രഹ്മയജ്ഞം. ദേവയജ്ഞം: രാവിലെയും സന്ധ്യയ്ക്കും നമ്മൾ ഭഗവാനെ ജപിക്കുക, ധ്യാനിക്കുക, സ്മരിക്കുക, ദീപം, ധൂപം, അതുപോലെ പുഷ്പം, ചന്ദനം ഇതുകൊണ്ടൊക്കെ ആരാധിക്കുക. ഇതാണ് ദേവയജ്ഞം. പിന്നെയോ പിതൃയജ്ഞം: നമ്മുടെ ശരീരം നൽകിയിരിക്കുന്ന ആ അച്ഛനെയും അമ്മയെയും അവരടക്കമുള്ള 7 തലമുറയെയും സ്മരിക്കുക.
ഇതാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്. മൺമറഞ്ഞു പോയിരിക്കുന്ന നമ്മുടെ അറിഞ്ഞതും അറിയാത്തതുമായിരിക്കുന്ന 7 തലമുറയെയും നമ്മൾ സ്മരിക്കണം. പിതൃക്കളുടെ ആ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നല്ല ശാന്തി സമാധാനം ഉണ്ടാവും. ഇതാണ് പിതൃയജ്ഞം. ഇനി തർപ്പണം. മനസ്സിലായില്ലേ? തർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരീരശുദ്ധിക്ക് ശേഷം നമ്മൾ കുളിച്ച് വന്ന് ശരീരശുദ്ധിക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലം കുറച്ച് കയ്യിലെടുക്കുക. കുളിച്ച് വന്നതിന് ശേഷം കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് പിതൃക്കളെ നമ്മൾ സ്മരിക്കുക. നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടി നമ്മൾ മനസ്സിൽ ഓർക്കുക. അവരെയും അവരടക്കമുള്ള 7 തലമുറയും അറിയുന്നവരും അറിയാത്തവരുമായിരിക്കുന്ന നമ്മുടെ പിതൃക്കളെ സ്മരിച്ച് എന്ത് ചെയ്യാം? ജലം നമ്മളുടെ മുമ്പിലേക്ക് തന്നെ ഒഴിക്കുക. മനസ്സിലായില്ലേ? നമ്മളുടെ മുമ്പിൽ. അത് സൂര്യോദയ സമയത്ത് ചെയ്താൽ വളരെ ഐശ്വര്യമാണ്. കുളിച്ചു വന്ന് 2 കയ്യിൽ ജലമെടുത്ത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ആയുസ്സും ആരോഗ്യവും സമാധാനവും ശാന്തിയും നൽകണം. എനിക്ക് ആരോഗ്യവും എനിക്ക് ശരീരവും നൽകിയിരിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും അടക്കമുള്ള എൻ്റെ 7 തലമുറയോട് ഞാൻ അറിഞ്ഞും അറിയാതെയും വാക്ക്, പ്രവൃത്തി, ചിന്ത, മനസ്സ് എന്നിവ കൊണ്ട് ചെയ്തു പോയ സമസ്താപരാധങ്ങളും പുറത്ത് ജീവിച്ചിരിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കും ശാന്തിയും സമാധാനവും നൽകണം. ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ എൻ്റെ 7 തലമുറയുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കണം എന്ന് കരുതിക്കൊണ്ട് ആ ജലം സമർപ്പിക്കുക. എന്നിട്ടോ ദേവന്മാർ, പിതൃക്കൾ, ഋഷിമാർ തുടങ്ങിയവരെ സ്മരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ജലമെടുത്ത് സമർപ്പിക്കണം. അപ്പൊ പിതൃക്കൾക്ക് നമ്മൾ ചെയ്തു. ഇനി ദേവന്മാർ, ഋഷികൾ അവർക്കും നമ്മൾ എന്ത് ചെയ്യണം? ഈ ജലം സമർപ്പണം ചെയ്യണം. ഇതാണ് തർപ്പണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ശ്രാദ്ധം എന്നാൽ എന്തെന്ന് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നൃയജ്ഞവും ഭൂതയജ്ഞവും ഉണ്ട്, അത് പറഞ്ഞുതരാം. ശ്രാദ്ധം, നമുക്ക് എല്ലാവർക്കും ശ്രാദ്ധത്തെ കുറിച്ച് അറിയാം അല്ലെ? ശ്രാദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധാപൂർവം ചെയ്യുന്നത് ശ്രാദ്ധം. ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മത്തിന് നമ്മൾ എന്തെന്ന് പറയും? ശ്രാദ്ധം എന്ന് പറയും. എല്ലാവരും പറയും ശ്രാദ്ധം മുട്ടുന്നു, ശ്രാദ്ധം മുട്ടുന്നു. എന്താണ് ശ്രാദ്ധം? ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മം. അല്ലാതെ അയ്യോ ഇന്ന് ബലിയിടണം, അല്ലെങ്കിൽ ഇന്ന് ശ്രാദ്ധം, അത് ഇതെന്ന് പറഞ്ഞിട്ട് വേഗം ഒന്ന് ആൾക്കാരെ കാണാൻ എല്ലാം ചെയ്ത് ഉടനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് ഞാൻ ഇന്ന് അങ്ങനെ ചെയ്തു, ഞാൻ ഇന്ന് അങ്ങനെ ചെയ്തു. ഇതൊന്നുമല്ല. ആദ്യം ഈ മൊബൈൽ എന്ന് പറഞ്ഞ കുന്ത്രാണ്ടം മാറ്റി വയ്ക്കുക. ചിന്ത, മനസ്സ്, വാക്ക്, പ്രവൃത്തി, 7 തലമുറ, ദേവന്മാർ, ഋഷിമാർ, പിതൃക്കൾ, ജീവിച്ചിരിക്കുന്ന നമ്മുടെ അച്ഛൻ, അമ്മ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി ചെയ്യുക, കർമ്മം ചെയ്യുക. ഇതിനെ ശ്രാദ്ധം എന്ന് പറയുന്നു. ബലി തർപ്പണങ്ങൾ നമ്മൾ ചെയ്യുന്ന ഏത് മാസമാണ്? തുലാമാസം, കർക്കിടക മാസം, അമാവാസി. ഇനി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മരിച്ച നാള് അല്ലെ? ഇതൊക്കെയാണ് ബലി തർപ്പണം ചെയ്യുന്നത്. ഈ ചെയ്യുന്ന കർമ്മം ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ അതെന്തായി മാറി? ശ്രാദ്ധമായി. ഇനി ശ്രാദ്ധം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം. ബലി തർപ്പണം ചെയ്യുന്ന, ബലികർമാദികൾ ചെയ്യുന്നത് തുലാം, കർക്കിടം, അമാവാസി, മരിച്ചു പോയിരിക്കുന്ന തിഥി വരുമ്പോൾ. ഇങ്ങനെ ഈ സമയങ്ങളിൽ എന്നെ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് ഞാൻ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മത്തെ ശ്രാദ്ധം എന്ന് പറയുന്നു. ഇനി അടുത്തത് നമ്മൾ നൃയജ്ഞം. പഞ്ചമഹായജ്ഞങ്ങളിൽ നൃയജ്ഞം എന്ന് പറയുന്നുണ്ട്. എന്താണ് നൃയജ്ഞം? നൃ എന്നാൽ എന്താണ്? ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരനെ നാരായണൻ എന്ന് കരുതിക്കൊണ്ട് സേവിക്കുക. നരൻ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ. നരൻ എന്നാൽ മനുഷ്യൻ. നരനെ നാരായണനായി കാണണം. അതുകൊണ്ടാണ് പറയുന്നത് നരനെ നാരായണനായി കാണണം. അതാണ് പറയുന്നത് മാധവസേവ, മാനവസേവ എന്ന് പറയുന്നത്. ഓക്കെ? നരൻ എന്ന് പറഞ്ഞാൽ ആരാ? മനുഷ്യനാണ്. നരനെ നാരായണനായി കാണുന്നതിനെ നൃയജ്ഞം എന്ന് പറയാം. അപ്പൊ മനുഷ്യനെ ഭഗവാനായി കണ്ടുകൊണ്ട് സേവനം ചെയ്യാം. അതല്ലേ മഞ്ജരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എല്ലാവർക്കും, തെരുവിൽ കിടക്കുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകുന്നു. ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നവൻ പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഉള്ളവനായാലും ഇല്ലാത്തവനായാലും മഞ്ജരീസിലേക്ക് ഭക്ഷണം ആവശ്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവന് ഭക്ഷണമുണ്ട്. അത് ഹിന്ദുവാണോ, മുസ്ലിമാണോ, ക്രിസ്ത്യനാണോ, ബ്രാഹ്മണനാണോ, ചണ്ഡാളനാണോ, വിദേശിയാണോ, സ്വദേശിയാണോ, ആണാണോ, പെണ്ണാണോ, മനുഷ്യനാണോ, മൃഗമാണോ എന്നില്ല. ഭക്ഷണം ചോദിച്ചോ മഞ്ജരീസ് കൊടുത്തിരിക്കും. നരനെ നാരായണനായി കണ്ട് സേവിക്കുന്നതിനെ നൃയജ്ഞം എന്ന് പറയുന്നു. അശരണരെയും രോഗികളെയും വൃദ്ധരെയും അവശരെയും പരിപാലിക്കുക.
അപ്പൊ മഞ്ജരീസിലുള്ള നിങ്ങളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ നൃയജ്ഞം ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇതാണ് ഞാൻ എപ്പോഴും കിടന്നിട്ട് അന്നദാനം തായോ അന്നദാനം തായോ അന്നദാനം തായോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ നരനെ നാരായണൻ എന്ന് കണ്ടുകൊണ്ട് സേവിച്ച് സഹായം ചെയ്ത് അശരണർ, അതായത് ആരും ആശ്രയമില്ലാത്തവർ, രോഗികൾ, വൃദ്ധർ, അവശർ, ശരീരം തളർന്നവരെയൊക്കെ പരിപാലിക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ നൃയജ്ഞം എന്ന് പറയുന്നു. ഇത് അതിഥി ദേവോ ഭവ എന്ന ഭാവനയിൽപ്പെടും. അതിഥി ദേവോ ഭവ എന്ന ഭാവനയിൽപ്പെടുന്നു. ഓക്കെ, ഇനി ഭൂതയജ്ഞം, അഞ്ചാമത്തെ പഞ്ചമഹായജ്ഞങ്ങളിൽ അഞ്ചാമത്തെ യജ്ഞം എന്താണ്? ഭൂതയജ്ഞം. ഭൂതയജ്ഞം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മാത്രമല്ല പക്ഷി മൃഗാദികളെയും സ്നേഹിക്കുകയും സംരക്ഷണം ചെയ്യുകയും വിശക്കുന്ന ജീവിക്ക് അന്നം നൽകുകയും ചെയ്യുന്നതിനെ ഭൂതയജ്ഞം എന്ന് പറയുന്നു. അത് മനുഷ്യനാണെന്ന് മാത്രമല്ല, പക്ഷി മൃഗാദികളായാലും ശരി, അവർക്ക് എന്ത് ചെയ്യണം? വിശക്കുന്നുണ്ടോ അന്നം നൽകണം. ഇതാണ് ഭൂതയജ്ഞം. അപ്പൊ പഞ്ചമഹായജ്ഞങ്ങളും പഠിച്ചു നമ്മൾ, പഞ്ചമഹാകോശങ്ങളും പഠിച്ചു ഇല്ലേ? അന്നമയം, പ്രാണമയം, മനോമയം, ജ്ഞാനമയം, ആനന്ദമയം. അന്നം കഴിച്ച് പ്രാണൻ നിലനിർത്തി മനസ്സ് തൃപ്തിപ്പെടുത്തി അറിവ് നേടി ആനന്ദിക്കുന്നു മഹാകോശങ്ങൾ. ഓർമ്മയിലുണ്ടല്ലോ? ഇനി പഞ്ചമഹായജ്ഞങ്ങൾ. ബ്രഹ്മയജ്ഞം, രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ഈശ്വരനെ സ്മരിക്കുന്നു, ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, പഠിക്കുന്നു, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു. ബ്രഹ്മയജ്ഞം. ദേവയജ്ഞം, പ്രഭാതത്തിലും സന്ധ്യയിലും നമ്മൾ ഈശ്വരനെ ആരാധിക്കുന്നു. ദേവയജ്ഞം. പിതൃയജ്ഞം, നമുക്ക് ശരീരം നൽകിയിരിക്കുന്ന നമ്മുടെ അച്ഛനും അമ്മയും അടക്കമുള്ള 7 തലമുറകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? പിതൃക്കളെയും നമ്മൾ ചേർന്ന് സ്മരിക്കുന്നു. പിതൃയജ്ഞം. നൃയജ്ഞം, നരനെ നാരായണനായി കണ്ട് തളർന്നവരെയും ഇല്ലാത്തവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിന് നൃയജ്ഞം എന്ന് പറയുന്നു. ഭൂതയജ്ഞം, മനുഷ്യന് മാത്രമല്ല പക്ഷി മൃഗാദികളെയും സ്നേഹിച്ച് അവർക്ക് ഭക്ഷണം നൽകുന്നതിനെ ഭൂതയജ്ഞം എന്ന് പറയുന്നു. അപ്പൊ പഞ്ചമഹായജ്ഞങ്ങൾ പഠിച്ചോ? അതാണ്. ഹാപ്പി? പഞ്ചമഹായജ്ഞങ്ങൾ പഠിച്ചതിൽ സന്തോഷമുണ്ടോ? പുതിയ അറിവല്ലേ ഇതൊക്കെ? ഇനി നമുക്ക് 47-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. 47-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് അനിർവിണ്ണഃ. അനിർവിണ്ണഃ സ്തവിഷ്ടോ. സ്തവിഷ്ടോ അഭൂർധർമ്മയൂഭോ. അഭൂർധർമ്മയൂഭോ മഹാമഗഃ. മഹാമഗഃ. ശാന്തമാതാജി, ഇന്നലെ നമ്മൾ അന്നദാനമൊക്കെ പാക്ക് ചെയ്ത് പോയില്ലായിരുന്നോ? മാതാജിയെ ഞാൻ ഡ്രോപ്പ് ചെയ്തില്ലായിരുന്നു വീട്ടില്. അതിനുശേഷം ഞാനും ചിഞ്ചു മാതാജിയും കൂടിയേ അന്നദാനമൊക്കെ കൊടുക്കാൻ പോയി. കൊടുത്ത് തിരിച്ചു വരുമ്പോൾ ഒരു വലിയ തമാശയുണ്ടായി. ഭയങ്കര തമാശ. ഞാൻ ഇന്നലെ പറഞ്ഞു, അത് ലൈവ് പറഞ്ഞുതരാട്ടോ, ഇത് കഴിയട്ടെ. അനിർവിണ്ണഃ സ്തവിഷ്ടോ അഭൂർധർമ്മയൂഭോ മഹാമഗഃ നക്ഷത്രനേമിർനക്ഷത്രീ. നക്ഷത്രനേമി, അത് മാത്രം വായിക്കൂ. നക്ഷത്രനേമി. ഇനിയോ നക്ഷത്രി. ഓക്കെ, നക്ഷത്രനേമി എന്ന് വായിച്ചിട്ട് പിന്നെ നക്ഷത്രി. അപ്പൊ നമുക്ക് അർത്ഥം പഠിക്കാൻ എളുപ്പം കിട്ടും. നക്ഷത്രനേമിർ നക്ഷത്രി. ക്ഷമഃ. ഈ 2 ശ്ലോകം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ക്ഷമഃ. ക്ഷാമസമീഹനഃ. ക്ഷാമസമീഹനഃ. അപ്പൊ അർത്ഥം പഠിച്ചു പോവാം, അല്ല ശ്ലോകം വായിച്ചു പോവാം. അനിർവിണ്ണഃ സ്തവിഷ്ടോ. അനിർവിണ്ണഃ സ്തവിഷ്ടോ. ആരാ ക്ലാസ് നമ്പർ? അനിർവിണ്ണഃ സ്തവിഷ്ടോ
ഭൂർധർമ്മയൂപോ മഹാമഗഃ നക്ഷത്രനേമിർനക്ഷത്രി നക്ഷത്രനേമിർനക്ഷത്രീ ക്ഷമഃ ക്ഷാമസമീഹനഃ ക്ഷാമസമീഹനഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിർവിണ്ണ എന്ന് പറഞ്ഞാൽ സകല കാമങ്ങളെയും പ്രാപിച്ചകനാകയാൽ നിർവേദമില്ലാത്തവൻ. ഭഗവാൻ സർവ്വതിലും ഉണ്ട്, സർവ്വതും ഭഗവാന്റെയാണ്. എല്ലാ വികാര വിചാരങ്ങൾക്കും മുകളിലാണ് ഭഗവാൻ, അല്ലെ? നമ്മൾക്കാണ് സങ്കടം വന്ന അയ്യോ എന്ന് പറഞ്ഞ് കരയും, സന്തോഷം വന്ന ഹഹഹ എന്ന് പറഞ്ഞ് ചിരിക്കും. ഇതിന്റെ രണ്ടിന്റെ അവസ്ഥയിലാണ് ഈ ഭാവത്തിൽ ഇരിക്കും. നീ ഇതൊന്നല്ലെങ്കിലോ പൂതപ്പാറ പോലെ ഇരിക്കും, ഒരു പുച്ഛഭാവം. ഇങ്ങനെ നവരസങ്ങളാ ജീവിതത്തിൽ കടന്നു പോണത്, അല്ലെ? ഇതുപോലെയുള്ള ഒരു വികാരങ്ങൾക്കും ഭഗവാൻ ചാൻസ് ഇല്ല. ഇതിന്റെ എല്ലാം മുകളിലാണ് ഭഗവാൻ. ആ ആനന്ദമയമായിരിക്കുന്ന ഭഗവാനെ നമ്മൾ അനിർവിണ്ണഹ എന്ന് വിളിക്കുന്നത്. പിന്നെയോ സ്തവിഷ്ടോ എന്ന് പറഞ്ഞാൽ വിരാട് രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, അല്ലെ? ഭഗവാൻ സമസ്തവും ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ്, എല്ലാം ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ്. വിരാട് രൂപത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. പിന്നെയോ അഭൂ അനിർവിണ്ണസ്തവിഷ്ടോ അഭൂർ ധർമ്മയൂഭോ. അതിലെ അഭൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഭൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമസ്തേ സ്വാമി, അഭൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജന്മമില്ലാത്തവൻ. അഭൂർ ജന്മമില്ലാത്തവൻ, മനസ്സിലായില്ലേ? ഭഗവാന് ജന്മവും ഇല്ല അവസാനവും ഇല്ല. അഭൂർ ജന്മമില്ലാത്തവൻ. ധർമ്മയൂഭ എന്ന് പറഞ്ഞാൽ യൂപധാരുവിൽ പശു ബന്ധിക്കപ്പെടുന്നത് പോലെ ആരാധനാരൂപങ്ങളായിരിക്കുന്ന ധർമ്മങ്ങൾ ആരിൽ ബന്ധിക്കപ്പെടുന്നുവോ അവൻ. ആരാധനയോടെ നമ്മൾ ആരിൽ ആരാധനയോടെ ബന്ധിക്കപ്പെടുന്നോ അതാണ്, മനസ്സിലായില്ലേ? അപ്പൊ ആരാധനയോടെ ആരിൽ ബന്ധിക്കപ്പെടും, നമ്മൾ ആരാധന ചെയ്താൽ നമ്മൾ ആരിലേക്കാണ് അടുക്കുന്നത്? ഭഗവാനിലേക്കാണ് അടുക്കുന്നത്. ആ ഒരു ശക്തിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കണം ആരാധന ചെയ്ത്. അപ്പോ ആരാധനാരൂപങ്ങളായിരിക്കുന്ന ധർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന എല്ലാ ധർമ്മങ്ങളും ആരാധനാരൂപങ്ങളാണ്. ആ ആരാധനാരൂപങ്ങളായിരിക്കുന്ന ധർമ്മങ്ങൾ ആരിൽ ബന്ധിക്കപ്പെടുന്നു? ഭഗവാനിൽ. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ ധർമ്മയൂഭ എന്ന് വിളിക്കുന്നു. പിന്നെയോ മഹാമഗഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരാളിൽ സമർപ്പിക്കപ്പെടുന്ന യാഗങ്ങൾ, നമ്മൾ എന്ത് യാഗ പൂജ കർമ്മങ്ങൾ ചെയ്താലും അത് ആരിലേക്കാണ് ചെല്ലുന്നത്? ഭഗവാനിലേക്കാണ് ചെല്ലുന്നത്. അപ്പൊ ആരിലാണോ ആ യാഗങ്ങളും യജ്ഞങ്ങളും എല്ലാം സമർപ്പിക്കപ്പെടുന്നത്, ആ ഭഗവാൻ നമ്മൾക്ക് എന്തു തരുന്നു? എല്ലാവിധ ഫലങ്ങളെയും നമുക്ക് പ്രദാനം ചെയ്യുന്നു, അല്ലെ? ഭഗവാൻ സർവ ഐശ്വര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്നു. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ മഹാമഗഃ എന്ന് വിളിക്കുന്നു. മനസ്സിലായില്ലേ? പിന്നെയോ നക്ഷത്രനേമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിംശുമാര ചക്രത്തിന്റെ മധ്യത്തിൽ ജ്യോതിശ്ചക്രമാകുന്ന നേമി എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്ന പോലെ പ്രവർത്തിക്കുന്നവൻ. എല്ലാത്തിൻ്റെയും കേന്ദ്രം ഭഗവാനാണ്. മനസ്സിലായില്ലേ? എല്ലാത്തിൻ്റെയും കേന്ദ്രം, എന്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ തുടക്കം അത് ഭഗവാനാണ്. കേന്ദ്ര ബിന്ദു. ഒരു വൃത്തം വരച്ചിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ബിന്ദു ഉണ്ടാവും, എന്നിട്ട് അതിന് ചുറ്റും നമ്മൾ വൃത്തം വരയും. ആ വൃത്തത്തിൽ നിന്ന്, ആ ബിന്ദുവിൽ നിന്നാണ് സമസ്തവും തുടങ്ങുന്നത്, അല്ലെ? സൂര്യനിൽ നിന്ന് പ്രകാശം എന്ന് പറയുന്നത് പോലെ എല്ലാത്തിൻ്റെയും കേന്ദ്രം ഭഗവാനാണ്. ആ കേന്ദ്രമായിരിക്കുന്ന ഭഗവാനിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ എന്ത് പറയുന്നത്? നക്ഷത്രനേമി എന്ന് പറയുന്നത്. പിന്നെയോ ക്ഷമഃ, നക്ഷത്രനേമി കഴിഞ്ഞിട്ട് നക്ഷത്രി എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ചന്ദ്രസ്വരൂപൻ. ഭഗവാൻ അന്ന് ചന്ദ്രസ്വരൂപൻ. നമ്മൾ കണ്ടിരിക്കുന്ന മനോഹാരിതയാണ് വെളുത്ത വാവിന് വരുന്ന ആ പൗർണമി, പൂർണ്ണചന്ദ്രൻ. എന്തൊരു ഭംഗി! അങ്ങനെയുള്ള പൂർണ്ണചന്ദ്രന്റെ കോടാനുകോടി പൂർണ്ണചന്ദ്രന്മാർ ചേർന്നാലും നമുക്ക് വിവരിക്കാനാവാത്ത അത്രയും വലിയൊരു ചന്ദ്രസ്വരൂപനാണ് ഭഗവാൻ. അത്രയും സൗന്ദര്യമുള്ളവനാണ് ഭഗവാൻ. അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ നമുക്ക് വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ വിവർത്തനം ചെയ്യാനോ ഒന്നും സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. അദ്ദേഹത്തെക്കാൾ സൗന്ദര്യമുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അത്രയും സൗന്ദര്യവാനായിരിക്കുന്ന ചന്ദ്രസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ നമ്മൾ നക്ഷത്രി എന്ന് വിളിക്കുന്നു. ക്ഷമഃ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും സമർത്ഥനാണ് ഭഗവാൻ. എന്ത് കാര്യം എടുത്താലും ആ കാര്യങ്ങളിലെല്ലാം അതിസമർത്ഥനായിരിക്കുന്ന സഹനശീലനാണ് ഭഗവാൻ. അല്ലെ? നമ്മളെ പോലുള്ളവരൊക്കെ ആരും സഹിക്കാനാ? അല്ലെ? ഭഗവാൻ അല്ലാണ്ട് ആരും സഹിക്കില്ല നമ്മളെ.
അപ്പോൾ അത്രയും കോടി ജന്മങ്ങൾ എടുത്ത് അത്രയും പാപങ്ങൾ ചെയ്തിട്ട് വീണ്ടും മനുഷ്യ ജന്മം എടുത്തിരിക്കുകയാണ് നമ്മൾ. അത്രയും കോടി ജന്മങ്ങളിൽ ചെയ്തു പോയ സമസ്ത പാപങ്ങളും ക്ഷമിക്കുന്ന ആരാണ്? ഭഗവാൻ മാത്രമാണ്. എല്ലാ കാര്യങ്ങളും അതിസമർത്ഥനായിരിക്കുന്ന ഭയങ്കര ക്ഷമാശീലുള്ള ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്ഷമഹ എന്ന് വിളിക്കും. പിന്നെയോ ക്ഷാമഹ. ക്ഷാമഹ എന്ന് പറഞ്ഞാൽ എല്ലാ വികാരങ്ങളിലും ക്ഷയിച്ചു പോയ ശേഷം ആത്മഭാവത്തോടെ സ്ഥിതി ചെയ്യുന്നവൻ. എല്ലാ വികാരങ്ങളിലും ക്ഷയിച്ചു പോയ ശേഷം, എല്ലാ വികാരങ്ങളും ക്ഷയിച്ചാലും ആത്മഭാവമാണ് ഭഗവാൻ. സന്തോഷം വന്ന് സന്തോഷമെല്ലാം പോയാലും, ദുഃഖം വന്ന് ദുഃഖമെല്ലാം പോയാലും, വിരഹം വന്ന് വിരഹമെല്ലാം പോയാലും, എന്ത് വികാരങ്ങൾ പോയി കഴിഞ്ഞാലും ശരി, ആത്മഭാവത്തോടെ ഭഗവാൻ അങ്ങ് സ്ഥിതി ചെയ്യും. ആ ആത്മഭാവത്തെ നമുക്ക് എന്താ പറയാ, വിവരണം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ ക്ഷാമഹ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനിയോ സമീഹനഹ. സമീഹനഹ. സമീഹനഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടി മുതലായിരിക്കുന്ന ഈഹ ചെയ്യുന്നവൻ. ഈഹ എന്ന് പറഞ്ഞാൽ ചേഷ്ട. അതായത് ചേഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം ചെയ്യുന്നത് ഭഗവാനാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ സമീഹനഹ എന്ന് വിളിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിർവിണ്ണഹസ്തവിഷ്ടോ അഭൂർധർമ്മയൂപോ മഹാമഗഃ നക്ഷത്രനേമിർനക്ഷത്രീ നക്ഷത്രനേമിർനക്ഷത്രീ ക്ഷമഃ ക്ഷമഃ ക്ഷാമ സമീഹനഃ സമീഹനഃ. ഓക്കെ, അതിന്റെ അർത്ഥം സകല കാമങ്ങളും പ്രാപിച്ച് നിർവേദമില്ലാതിരിക്കുന്ന വിരാട് രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ജന്മമില്ലാതിരിക്കുന്ന എല്ലാ ആരാധനകളും ഭഗവാനിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആരിൽ നിന്നാണോ ആ ആരാധനകളെല്ലാം സമർപ്പിക്കുന്നത്, ആ ആരാധനകളും നമ്മൾ ചെയ്യുന്ന കർമ്മം, ഏത് നല്ല കർമ്മം ചെയ്താലും അതിനുള്ള ഫലങ്ങളെല്ലാം നമുക്ക് തന്നെ തിരിച്ച് അനുഗ്രഹമായി നൽകുന്ന, എല്ലാത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവായിരിക്കുന്ന 1000 ഒരു കോടാനുകോടി ചന്ദ്രന്മാരുടെ സ്വരൂപത്തെ കൂടി വെല്ലുന്ന തരത്തിലുള്ള സൗന്ദര്യമുള്ള, എല്ലാ കാര്യത്തിലും സാമർഥ്യമുള്ള, അത്രയും ക്ഷമയുള്ള, എല്ലാ വികാരങ്ങൾ ക്ഷയിച്ചു പോയാലും ആത്മസ്വരൂപത്തിൽ നിലനിൽക്കുന്ന, സൃഷ്ടിയും സ്ഥിതിയും സംഹാരവുമെല്ലാം ഒരേപോലെ ചെയ്യുന്ന ആ അഖില കോടി ബ്രഹ്മാണ്ട നായകനായിരിക്കുന്ന ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. മനസ്സിലായോ? അതാണ് നമ്മളുടെ 47ാമത്തെ ശ്ലോകം. അപ്പൊ നമുക്ക് ഒരു തമാശ പറയാം. ഓക്കെ, എല്ലാവരും ഒന്ന് റിലാക്സ് ആവും. നമ്മുടെ ചിഞ്ചു പ്രസാദ് മാതാജി ലൈനിലുണ്ടോന്ന് അറിയില്ല, എങ്കിലും പറഞ്ഞുതരാം. ചിഞ്ചു മാതാജി ചെന്നൈയിൽ വർക്ക് ചെയ്യാം. നമ്മുടെ അന്നദാനത്തിന് പാക്കിങ്ങിനൊക്കെ പാവം ഹെൽപ്പ് ചെയ്യാൻ വരും. ശാന്ത മാതാജിയും വരും. അങ്ങനെ ചിഞ്ചു മാതാജി ഇന്നലെയും പതിവ് പോലെ അന്നദാനം ഹെൽപ്പ് ചെയ്യാൻ വന്നു. അപ്പൊ ഞാൻ ഇവർ രണ്ടുപേരും വരുമ്പോഴേക്കും രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ലഞ്ചൊക്കെ ഉണ്ടാക്കി വെക്കും. കാരണം പാവം അവർക്ക് ഭക്ഷണം കഴിക്കുന്ന സമയമല്ലേ. വന്ന വശം ഞാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ലഞ്ച് കഴിക്കാന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇവിടെ ഹാളിൽ തന്നെ എല്ലാവരും വട്ടമേശ സമ്മേളനം പോലെ വട്ടത്തിൽ ഇരുന്ന് ഞങ്ങൾ നല്ല സുഖകരമായി ഭക്ഷണം കഴിക്കും. ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് സ്വസ്ഥമായിട്ട് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞ് നല്ല ലഞ്ചൊക്കെ കഴിച്ച് അന്നദാനം പാക്കിംഗ് തുടങ്ങും. പാട്ടൊക്കെ വെച്ച് കീർത്തനങ്ങൾ കേട്ടോ, ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ വെച്ച് കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും ഒക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, അന്നദാനം പാക്ക് ചെയ്യും. അങ്ങനെ അന്നദാനമൊക്കെ പാക്ക് ചെയ്ത് ശാന്ത മാതാജിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഇനി ചിഞ്ചു മാതാജി പറഞ്ഞു, മാതാജി നമുക്ക് അന്നദാനം കൊടുക്കാം, എന്നിട്ട് ഞാൻ ആ വണ്ടിയിൽ അങ്ങ് പൊക്കോളാം. ആ ഓക്കെ മാതാജി, ബെസ്റ്റ്. അങ്ങനെ ഞങ്ങൾ അന്നദാനം കൊടുത്തോണ്ടിരിക്കുന്നപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും ചിഞ്ചു മാതാജിയുടെ റൂംമേറ്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞു ചിഞ്ചു മാതാജി ലേറ്റായി, 10, 10:30, 11 ഇനിയിപ്പോ പോണോ ഹോസ്റ്റലിലേക്ക്? നമ്മുടെ ഷാഫിയാണ് കൊണ്ടുവിടാറ്, വീട്ടിൽ കിടന്നോളൂ എന്ന് പറഞ്ഞു. അല്ല മാതാജി, ഞാനേ റൂംമേറ്റ് തനിച്ചാ, അപ്പൊ അവൾക്ക് പേടിയാ ഒറ്റയ്ക്ക് കിടക്കാൻ. അപ്പൊ ഞാൻ വരുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോയി വന്നിട്ട് ഞാൻ നിൽക്കാൻ വരാം. ശരി ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ ആട്ടെ മാതാജി എന്ന് പറഞ്ഞു. 11 മണിക്ക് നമ്മൾ വിടുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അതിനെ വിടാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഈ അന്നദാനം കൊണ്ടുപോയ ബോക്സ് ഒക്കെ ഉണ്ടല്ലോ,
അപ്പം ആ ബോക്സ് ഇപ്പോൾ വഴിയിലിടാനും പറ്റില്ല. അതൊരു പഴക്കടയിൽ നമ്മൾ കടം മേടിച്ചതോ തൽക്കാലം. അത് ഇന്നും കൊണ്ടു കൊടുത്തിട്ടില്ല, വേറെ കാര്യം, നാളെ കൊണ്ടു കൊടുക്കാം. അപ്പോൾ പഴക്കടയിൽ അപ്പയോട് പറഞ്ഞു നാളെ അന്നദാനം കഴിഞ്ഞ ഉടനെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഒരു 5-6 ബോക്സൊക്കെ വണ്ടി കയറ്റി നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ച് നമ്മളെ വീട്ടിൽ വെച്ചിട്ട് വേണം ചിഞ്ചു മാതാജിനെ കൊണ്ടുവിടാൻ. കാരണം അവനത് കൊണ്ടുവിട്ട് തിരിച്ചു വരുമ്പോൾ വല്ല സവാരിയും കിട്ടിയാൽ അവനതൊരു 10 രൂപയാണല്ലോ എന്ന് കരുതി. അങ്ങനെ ചിഞ്ചു മാതാജിനെയും കൊണ്ട് ഈ അന്നദാന പെട്ടിയായിട്ട് ഞാൻ വരാം ഓട്ടോയിൽ. അപ്പോൾ ചിഞ്ചു മാതാജിയുടെ കൂട്ടുകാരി വിളിച്ചു, റൂംമേറ്റ്. അപ്പോൾ ചിഞ്ചു മാതാജിക്ക് തമിഴ് അത്രയ്ക്ക് വശമില്ല, കുറച്ച് കഷ്ടാ തമിഴ്, പെറുക്കിയാ. മാതാജിയുടെ കൂടെയുള്ളവർ മലയാളം പഠിച്ചു, അത് വേറെ കാര്യം. അപ്പോൾ തമിഴിൽ നമ്മളൊരു വേർഡ് പറയും, മുടിഞ്ഞിരിച്ചാ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞോ, ചെയ്ത് കഴിഞ്ഞോ, മുടിഞ്ഞിരിച്ച അല്ലെങ്കിൽ മുടിയെ പോകുത് എന്ന്. മുടിയ മീൻസ് നമ്മൾ തമിഴിൽ പറയുന്നത് കംപ്ലീറ്റ് എന്നാണ്. അപ്പോൾ ചിഞ്ചു മാതാജി മലയാളവും ഇംഗ്ലീഷും മലയാളം തമിഴും മിക്സ് ചെയ്താ സംസാരിക്കുക. അപ്പോൾ ചിഞ്ചു മാതാജിയുടെ റൂംമേറ്റ് വിളിച്ചിട്ട് ചോദിച്ചു, എന്നാ ചിഞ്ചു മുടിഞ്ഞിരിച്ചാ, എപ്പോൾ വരും എന്ന് ചോദിച്ചു. ഉടനെ ചിഞ്ചു മാതാജി, ആ എടി മോളെ, ഞാനിതേ ഇപ്പം അന്നദാനം കൊടുത്ത് മുടിഞ്ഞിട്ടേ ഉള്ളൂ. അന്നദാനം കൊടുത്ത് മുടിഞ്ഞിട്ടേ ഉള്ളൂ. ഞാനിങ്ങനെ നോക്കി, അന്നദാനം കൊടുത്ത് മുടിഞ്ഞെന്നോ? ഞാൻ പറഞ്ഞു, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയൂ? നമ്മുടെ ഷാഫി ഭയങ്കര ചിരി, ഞാൻ അതിലേറെ ചിരി. അയ്യോ മാതാജി, എനിക്ക് തമിഴ് കുറച്ചേ ഉള്ളൂ, ഞാൻ ഓരോ വാക്കുകൾ പെറുക്കി ജോയിൻ ചെയ്ത് പറയാം. അപ്പം ഞാൻ ഷാഫിനോട്, എന്താ പാரு ഷാഫി, அவட்ட மலையாளம் அவ்வளோ தமிழ் அவ்வளோ தெரியாது, அவன் என்ன பேசுறன்னு தெரியுமா உனக்கு? இல்லையா அக்கா, என்னாச்சு? அவங்க பேசுறது ஏதோ வந்து மலையாளம் மிக்ஸ் பண்ணி பேசுறாங்க, அது மட்டும் எனக்கு தெரியுது. ഞാൻ പറഞ്ഞു ഇല്ലില്ല, അവള് മുടിയ മീൻസ് മലയാളത്തിലെ ഇൻ ദ സെൻസ് ഡിസ്ട്രോയിഡ്, എല്ലാം നശിച്ചു പോയി എന്നുള്ള, അല്ലെങ്കിൽ നാശമായി പോയി, അങ്ങനത്തെ ഒരു വേർഡാണ്, കൊളോക്കിയൽ ലാംഗ്വേജ് അതാണെന്ന് പറഞ്ഞു. അയ്യോ ഏൻ இப்படி பேசுறீங்க இவங்க? ഞാൻ പറഞ്ഞില്ല, അവള് തമിഴ് കുറച്ച് സഞ്ജൂട്ടൻ്റെ വക ഒരു ഫ്ലൈയിങ് കിസ് കിട്ടി. പിന്നെ സമാധാനം, വല്ലപ്പോഴും വീഴുന്ന ഒരു സൗഭാഗ്യമാണ്. അപ്പോൾ അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ പോവാന്ന് അത് പറഞ്ഞപ്പോൾ ഒരു ഫ്ലൈയിങ് കിസ് കിട്ടി. എന്നാൽ കിട്ടിയത് വാങ്ങിച്ചോക്കാലോ. അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞപ്പോഴത്തേക്കും അവൾ പറയാ, ഞാൻ പറഞ്ഞു തമ്പി ഇതാണെടാ അവൾ പറഞ്ഞേന്ന് പറഞ്ഞു. അയ്യോ ഭയങ്കര ചിരി. സഞ്ജു എപ്പോൾ വരൂ? അപ്പൊ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കിടന്ന് ഭയങ്കര ചിരി. ഇന്നും എന്നെ ഷാഫി വിളിച്ചിട്ട്, അക്ക വണ്ടി ഓട്ടും പോതെല്ലാം അവൻ പേസറുത് നനച്ച് ഞാൻ സിരിച്ചിട്ടേന്ന്. അയ്യോ മലയാളം വാക്കിൽ തമിഴല്ല ഇങ്ങനത്തെ ഒരു അർത്ഥമെന്ന്. ഭയങ്കര രസകരമായിട്ടിരുന്ന് പറയാം. ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഞാനും വിചാരിക്കുക ചിഞ്ചു പറയുമ്പോൾ ഇത് ഏതോ മലയാളിയോടാ പറയണത്, പാവം അതൊരു തമിഴത്തി പെണ്ണാ. ഫോൺ എടി മോളെ, ഞാൻ ഇപ്പൊ അന്നദാനം കൊടുത്ത് മുടിച്ചിട്ടേ ഉള്ളൂന്ന് അർത്ഥം പറഞ്ഞെടുത്തപ്പോഴത്തേക്ക് പുള്ളിക്കാരി കിടന്ന് ഭയങ്കര ചിരി. അപ്പൊ അങ്ങനെയൊക്കെ കുറെ തമാശകൾ. അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ, 47ാമത്തെ ശ്ലോകം കഴിഞ്ഞ് ഇനി 48ാമത്തെ ശ്ലോകത്തിൽ പോവാം. ഓക്കെ, 48ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞ ഇജ്യോ, ഓക്കെ, മഹേജശ്ച, യജ്ഞ ഇജ്യോ മഹേജശ്ച, ക്രതുഹ സത്രം. യജ്ഞ ഇജ്യോ മഹേജശ്ച ക്രതുഹ സത്രം സദാംഗതി. ദൈവമേ, ചിഞ്ചു മാതാജി ഈ ലൈവിലായിട്ട് ഉണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ അവിടുന്ന് ഇതും പിടിച്ചുകൊണ്ട് വരും, എന്താ യൂബറും പിടിച്ചുകൊണ്ട് വരും. ഇല്ലാത്ത നന്നായി, ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, ഇപ്പം എന്തോ ഭക്ഷണം കഴിക്കാൻ പോകുമോ എന്തോ ചെയ്തതാ. ഇല്ലാത്ത എത്ര സമാധാനം. ഇനി ഇത് ഈ ലൈവറ്റ് എടുത്ത് കണ്ടിട്ടില്ല, മാതാജി എന്നും പറഞ്ഞുകൊണ്ടൊരു വരവുണ്ട്. യജ്ഞ ഇജ്യോ മഹേജശ്ച ക്രതുസത്രം സദാംഗതി. സർവദർശി വിമുക്താത്മാ, സർവജ്ഞേ ജ്ഞാനമുത്തമം. അപ്പോൾ
യജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർവയജ്ഞ സ്വരൂപൻ. സർവയജ്ഞ സ്വരൂപനെ നമ്മൾ എന്തെന്ന് പറയുന്നു? യജ്ഞ എന്ന് പറയുന്നു. യജ്ഞത്തിൽ സർവ ദേവന്മാരെയും സന്തോഷിപ്പിക്കുന്നതാണ് ആരാണ്? ഭഗവാനാണ്. നമ്മൾ ഏത് ദേവതാ സ്വരൂപത്തിന് നമ്മൾ യജ്ഞം ചെയ്താലും പൂജ ചെയ്താലും ഒക്കെ അത് എത്തിച്ചേരുന്ന എവിടെയാണ്? ഭഗവാനിലേക്കാണ്. കാരണം എന്താ? ഭഗവാൻ വിരാട് രൂപമാണ്, സമസ്തവും ഭഗവാനിലാണ്. പിന്നെ കാണും. അപ്പോ സർവജ്ഞ സ്വരൂപനായിരിക്കുന്ന, യജ്ഞത്തിൽ സർവദേവന്മാരെയും സന്തോഷിപ്പിക്കുന്ന ഇജ്യ എന്ന് പറഞ്ഞാൽ യജിക്കപ്പെടുന്നവൻ. ആർക്കാണോ സമർപ്പിക്കപ്പെടുന്നത് ആ യജിക്കപ്പെടുന്ന മഹേജ്യ യജിക്കപ്പെടേണ്ടവരായിരിക്കുന്ന എല്ലാ ദേവതകളിലും വെച്ച് ക്ഷേമരൂപമായിരിക്കുന്ന ഫലത്തെ പ്രദാനം ചെയ്യുന്നവൻ. നമ്മൾ എന്ത് നന്മ ചെയ്താലും ആ ഫലത്തെ നമുക്ക് നൽകുന്നത് ആരാ? ഭഗവാനാണ്. മനസ്സിലായില്ലേ? ആ ഫലം നമുക്ക് നൽകുന്ന ക്രതുഹ എന്ന് പറഞ്ഞാൽ യുവസഹിതമായിരിക്കുന്ന യജ്ഞത്തിന്റെ രൂപത്തിലുള്ളവൻ. യജ്ഞത്തിന്റെ രൂപത്തിലുള്ളത് ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ക്രതുഹ എന്ന് വിളിക്കുന്നത്. സത്രം, ക്രതുഹ സത്രം. യജ്ഞ ഇജ്യോ മഹേജസ്യ ക്രതുഹ സത്രം. സത്രം എന്ന് പറഞ്ഞാൽ വിധിരൂപമായിരിക്കുന്ന ധർമ്മത്തെ പ്രാപിക്കുന്നവൻ, അല്ലെങ്കിൽ കാര്യരൂപമായിരിക്കുന്ന സത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. നമ്മളെ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് ആരാ? ഭഗവാനാണ്. വിധിരൂപമായിരിക്കുന്ന ധർമ്മത്തെ പ്രാപിക്കുന്നവൻ. നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവർത്തിക്കും ഒരു കർമ്മഫലമുണ്ട് അല്ലെ? ആ കർമ്മത്തെ, ആ രൂപത്തെ, ആ ധർമ്മത്തെ പ്രാപിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ സത്രം എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനിയോ സദാംഗതി എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾക്ക് ഏകഗതിയായിരിക്കുന്നവൻ. ഇക്കാലത്ത് നന്മ ചെയ്താലും തിന്മയാണ് ഫലം. അപ്പോൾ സജ്ജനങ്ങളായിരിക്കുന്ന, നന്മ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും സജ്ജനങ്ങൾക്കും ഏകഗതിയായിരിക്കുന്ന ആരാണ്? ഭഗവാൻ മാത്രമാണ്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ നോക്കിയാലും, ഏതവസ്ഥയിലൂടെ പോയാലും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് സദ്ഗതിയെ ലഭിക്കും. സർവദർശി, ജീവജാലങ്ങളുടെയും എല്ലാ കർമ്മങ്ങളെയും ദർശിക്കുന്നവൻ. എല്ലാ ജീവജാലങ്ങളെയും, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും, നമ്മളുടെ ചിന്തകളെയും വാക്കിനെയും പ്രവൃത്തിയെയും എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. സർവദർശിയാണ് ഭഗവാൻ. വിമുക്താത്മാ വിമുക്തമായിരിക്കുന്ന ആത്മാവുള്ളവൻ. വിമുക്തനും ആത്മാവുമായിരിക്കുന്നവനാണ് ഭഗവാൻ. വിമുക്തനുമാണ് ആത്മാവുമാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ വിമുക്താത്മാ എന്ന് വിളിക്കുന്നത്. സർവജ്ഞ, സർവനും ജ്ഞാതാവുമാണ് ഭഗവാൻ. എല്ലാം ഭഗവാനിലുണ്ട്, ജ്ഞാതാവുമാണ്. എല്ലാത്തിനും കാരണമായിരിക്കുന്നതും ഭഗവാനാണ്. ജ്ഞാനമുത്തമം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവോത്തമവും നിത്യശുദ്ധവും ദേശകാല വസ്തുക്കളിൽ അപരിഛിന്നവും സർവസാധകവുമായിരിക്കുന്ന ജ്ഞാനം, അതാണ് ഭഗവാൻ. ജ്ഞാനമുത്തമം അതായത് സർവോത്തമവും നിത്യശുദ്ധവുമാണ്. എല്ലാത്തിലും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. സർവ ഉത്തമമായിരിക്കുന്ന, നിത്യശുദ്ധമായിരിക്കുന്ന ദേശകാല വസ്തുക്കളിൽ, കാലത്തിനനുസരിച്ചും കാലങ്ങൾക്ക് അതീതമായും, അതായത് ഇന്നലെയും ഇന്നും നാളെയും, ഇനിയിപ്പോ ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ഏത് ദേശത്തിലായാലും ശരി, അപരിഛിന്നമായിരിക്കുന്നവനും സർവസാധകവുമായിരിക്കുന്ന ജ്ഞാനം. അറിഞ്ഞതും അറിയാത്തതും വന്നതും പോയതും നിന്നതും ചെയ്തതും കണ്ടതും കേട്ടതും എന്ന് പറഞ്ഞ പോലെ എല്ലാം ഭഗവാൻ അറിയാം. ഇന്നലെയും ഇന്നും നാളെയും ഭഗവാൻ അറിയാം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ ജ്ഞാനമുത്തമം എന്ന് വിളിക്കുന്നത്. അത്രയും സത്യമായിരിക്കുന്ന, പരമസത്യമായിരിക്കുന്ന ജ്ഞാനമുത്തമം, അതാണ് ഭഗവാൻ. ഓക്കെ, അതാണ് നമ്മളുടെ എത്രാമത്തെ ശ്ലോകം? 48ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. അതായത് സർവജ്ഞ സ്വരൂപനാണ്, യജ്ഞത്തിൽ സർവദേവന്മാരെയും സന്തോഷിപ്പിക്കുന്നവനാണ്, യജിക്കപ്പെടേണ്ടവരായിരിക്കുന്ന എല്ലാ ദേവതകളിലും വെച്ച് ക്ഷേമരൂപമായിരിക്കുന്ന ഫലത്തെ നമ്മൾക്ക് നൽകുന്നവനാണ്, യുവസഹിതമായിരിക്കുന്ന യജ്ഞത്തിന്റെ രൂപത്തിലുള്ളവനാണ്, വിധിരൂപമായിരിക്കുന്ന ധർമ്മത്തെ പ്രാപിക്കുന്നവനാണ്, കാര്യരൂപമായിരിക്കുന്ന സത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നവനാണ്, സജ്ജനങ്ങൾക്ക് ഏകഗതിയാണ്, എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ കർമ്മങ്ങളെയും ദർശിക്കുന്നവനാണ്, വിമുക്തമായിരിക്കുന്ന ആത്മാവുള്ളവനാണ്, വിമുക്തവും ആത്മാവുമാണ്, സർവോത്തമവും നിത്യശുദ്ധവും ദേശകാല വസ്തുക്കളിൽ അപരിഛിന്നനായിരിക്കുന്ന സർവസാധകമായിരിക്കുന്ന ആ ജ്ഞാനമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കുന്നു. ക്ലിയർ? ഇനി 49ാമത്തെ ശ്ലോകം. നമുക്ക് 50 ശ്ലോകം എടുത്തു പോവാട്ടോ. 49ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ സുവ്രത.
സുവ്രത, സുവ്രതഃ, സുവ്രതഃ, സുമുഖഃ, സുവ്രതഃ, സുമുഖഃ, സൂക്ഷ്മഃ, സൂക്ഷ്മഃ, സുഘോഷഃ, സുഘോഷഃ, സുഗതഃ, സുഹൃദ്, സുഗഃ, സുഗതഃ, സുഹൃദ്, സുവ്രതഃ, സുമുഖഃ, സൂക്ഷ്മഃ, സുഘോഷഃ, സുഗതഃ, സുഹൃദ്. അടുത്ത ലൈൻ എന്താ? മനോഹരോ, മനോഹരോ, ജിതക്രോധ, മനോഹരഹോ, ജിതക്രോധ, വീരബാഹുർ വിധാരണഃ, വീരബാഹുർ വിധാരണഃ, വീരബാഹുർ വിധാരണഃ എന്ന് വെച്ചാൽ സുവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സുവ്രത എന്ന് പറഞ്ഞാൽ ശോഭനമായിരിക്കുന്ന വ്രതത്തോടു കൂടിയിരിക്കുന്നവരാണ് ഭഗവാൻ. ശോഭനമായിരിക്കുന്ന വ്രതത്തോടു കൂടിയിരിക്കുന്ന ഭഗവാനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സുവ്രത എന്ന് വിളിക്കും. സുമുഖഃ, അതായത് ശോഭനമായിരിക്കുന്ന മുഖമാണ് ഭഗവാന്. സുമുഖഃ, സുമുഖമാണ്, ശോഭനമായിരിക്കുന്ന മുഖത്തോടു കൂടിയിരിക്കുന്ന. സൂക്ഷ്മഃ എന്ന് പറയാൻ ശബ്ദാദി സ്ഥൂല കാരണങ്ങളോട് കൂടിയവൻ. ശബ്ദവും ശബ്ദാദി, ശബ്ദം എന്ന് പറയുന്ന ആ പ്രണവ മന്ത്രത്തോട് കൂടിയിരിക്കുന്ന എല്ലാ സ്ഥൂല കാരണങ്ങളും ഭഗവാനായതുകൊണ്ട് ഭഗവാനെ നമ്മൾ സൂക്ഷ്മഃ എന്ന് പറയുന്നു. പിന്നെയോ സുഘോഷഃ എന്ന് വെച്ചാൽ വേദസ്വരൂപനാണ്, ശോഭനമായിരിക്കുന്ന ഘോഷമുള്ളവനാണ്, മേഘത്തെ പോലെ ഗംഭീരമായ ഘോഷമുള്ളവനാണ്, ശബ്ദമുള്ളവനാണ്, ഇടിമിന്നൽ പോലെയുള്ള ശബ്ദമാണ്, നമ്മളെ ആരെയും ഞെട്ടിപ്പിക്കുന്ന സ്തംഭിപ്പിക്കുന്ന ശബ്ദമാണ്. ഓംകാര സ്വരൂപം, ഓംകാര നടനം, ഓംകാര ശബ്ദം എന്നൊക്കെ പറഞ്ഞ ആ ശബ്ദം ഭഗവാന്റെയാണ്. എന്നാൽ വളരെ മൈൽഡായിരിക്കുന്ന കേൾക്കാൻ ഇമ്പമുള്ള ആ ഓടക്കുഴൽ നാദവും ഭഗവാനാണ്. സുഘോഷഃ, സുഗതഃ, സദാചാരത്തോടു കൂടിയവർക്ക് സുഖം, ദാനം എന്നിവ നൽകുന്നവൻ. സദാചാരത്തോടുകൂടി നന്മയോടുകൂടി ജീവിക്കുന്നവന് സുഖവും നൽകും, ദാനവും ഭഗവാൻ നൽകും. അങ്ങനെയുള്ള ഭഗവാനും. സുഹൃത്ത്, സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ ഉപകാരം ചെയ്യുന്നവൻ. ഞാൻ ഇന്ന് ഇവന് സഹായം ചെയ്തു, അപ്പൊ നാളെ അവൻ എനിക്കത് തിരിച്ചു ചെയ്യും എന്ന പ്രതീക്ഷയൊന്നും ഇല്ലാതെ, ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കാതെ സഹായം ചെയ്യുന്നവനെ സുഹൃത്ത് എന്ന് വിളിക്കും. അതുകൊണ്ട് ഭഗവാൻ നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നമുക്കെല്ലാം നൽകുന്നത്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ സുഹൃത്ത് എന്ന് വിളിക്കും. മനോഹരഃ എന്ന് വെച്ചാൽ നിരതിശയമായിരിക്കുന്ന ആനന്ദ സ്വരൂപം കൊണ്ട് മനസ്സിനെ ഹരിക്കുന്നവൻ. എന്താണ്? നിരതിശയകരമായിരിക്കുന്ന ആനന്ദ സ്വരൂപം കൊണ്ട്. ഭഗവാന്റെ ആ സ്വരൂപം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? ആഹാ, എന്താ ഒരു ഭംഗി അല്ലെ? അത്രയും മനോഹാരിതയുള്ള ഭഗവാന്റെ ആ രൂപം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനെ അദ്ദേഹം ആനന്ദത്തിൽ ആറാടിക്കുന്നുണ്ട്. ജിതക്രോധഃ, ജിതക്രോധഃ എന്ന് പറഞ്ഞാൽ ക്രോധത്തെ ജയിച്ചവൻ. ദേഷ്യം അങ്ങനെ ഒരു കാര്യം ഭഗവാൻ എളുപ്പമൊന്നും വരില്ല. ഭഗവാൻ അങ്ങ് സഹിച്ച് 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 ശിശുപാലനെ വെട്ടിയതുപോലെ അവസാനം ഒരു വെട്ടു. ക്രോധത്തെ ജയിച്ചവനാണ്. ദേഷ്യം എന്ന് പറയുന്ന വികാരത്തെ ജയിച്ചു. ചില ആളുകൾക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ദേഷ്യപ്പെടും. പക്ഷെ ഭഗവാൻ ക്രോധത്തെ ജയിച്ചവനാണ്. എത്ര തന്നെ നമ്മൾ പോയിട്ട് ഭഗവാൻ ഇറിറ്റേറ്റ് ചെയ്താലും ഇറിറ്റേഷൻ ആവില്ല. ഭഗവാൻ ക്ഷമിച്ച് 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 അവസാനം ഭഗവാൻ ഒരു പണി തരും, അത് ഉറപ്പ് ഇല്ല എന്ന് പറയില്ല. ക്ഷമ പരീക്ഷിക്കരുത് ഭഗവാന്റെ. അപ്പോൾ ക്രോധത്തെ ഭഗവാൻ ജയിച്ചിരിക്കണം. അതാണ് ഭഗവാന് ജിതക്രോധഃ എന്ന് പറഞ്ഞത്. വീരബാഹു, ജിതക്രോധഃ വീരബാഹു. എന്താണ് വീരബാഹു എന്ന് പറഞ്ഞാൽ? വിക്രമമുള്ള ബാഹുക്കളുള്ളവൻ. വളരെ വിസ്തീർണമായിരിക്കുന്ന കൈയും ശരീരവും നെഞ്ചൊക്കെ ഭഗവാന് ഭയങ്കര വലുതാ. വിരാട് രൂപത്തിലല്ലേ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ വീരബാഹു എന്ന് വിളിക്കുന്നു. പിന്നെയോ വിധാരണഃ, വിധാരണഃ, വിധാരണഃ എന്ന് പറഞ്ഞാൽ അധാർമികരെ വിധാരണം ചെയ്യുന്നവൻ. ധർമ്മം അല്ല ചെയ്യുന്നതെങ്കിൽ ഭഗവാൻ നിശ്ചയമായിട്ടും അവരോട് പകരം ചോദിക്കും. ഭഗവാൻ അവരെ ഒരു പാഠം പഠിപ്പിക്കും. ഇനി അധർമ്മം ചെയ്യുന്ന വ്യക്തികളെ ഒരു പാഠം പഠിപ്പിക്കുകയും അതുപോലെ ധാർമ്മികളെ ഭഗവാൻ എപ്പോഴും രക്ഷിക്കുകയും ചെയ്യും. ആര് ദ്രോഹിക്കാൻ ശ്രമിച്ചാലും ധർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ ഭഗവാൻ അവരുടെ കൂടെ ഉണ്ടാവും. ഈ ലോകം മുഴുവൻ നമ്മളെ നശിപ്പിക്കാൻ നോക്കിയാലും ഭഗവാൻ എന്ന് പറയുന്ന സത്യം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നന്മയുള്ളതാണ്, ധർമ്മമാണെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഭഗവാനെ വിധാരണഃ എന്ന് പറയുന്നത്. അധാർമികരെ വിധാരണം ചെയ്യും.
അധർമ്മം ചെയ്യുന്നവരെ ഭഗവാൻ ശരിക്ക് പണി കൊടുക്കും, പാഠം പഠിപ്പിക്കും. ധർമ്മം ചെയ്യുന്നവരുടെ ഒപ്പം ഭഗവാൻ നിൽക്കും. അപ്പോ നമുക്ക് സുവ്രതഃ, സുമുഖഃ, സൂക്ഷ്മഃ, സുഘോഷഃ, സുഗതഃ, സുഹൃത്ത്, മനോഹരോ, ജിതക്രോധോ, വീരബാഹുർ, വിധാരണഃ. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശോഭനമായിരിക്കുന്ന വ്രതത്തോടുകൂടി, ശോഭനമായിരിക്കുന്ന മുഖത്തോടുകൂടി, ശബ്ദാദി സ്ഥൂല കാരണങ്ങളോട് കൂടാതെ, വേദസ്വരൂപമായിരിക്കുന്ന ശോഭനമായിരിക്കുന്ന ഘോഷമുള്ള ശബ്ദമുള്ള, മേഘത്തെ പോലെ ഗംഭീരമായിരിക്കുന്ന ശബ്ദമുള്ള, ഘോഷം എന്ന് പറഞ്ഞ ശബ്ദം എന്നാണ് അർത്ഥം. അങ്ങനെ മേഘത്തെ പോലെ ഗംഭീരമായിരിക്കുന്ന ശബ്ദമുള്ള, സദാചാരത്തോട് കൂടിയവർക്ക് സുഖവും ദാനവും നൽകുന്ന, പ്രത്യുപകാരം കൂടാതെ ഉപകാരം ചെയ്യുന്നവനായിരിക്കുന്ന, നിരതിശയമായിരിക്കുന്ന ആനന്ദ സ്വരൂപം കൊണ്ട് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, ക്രോധത്തെ ദേഷ്യത്തെ ജയിക്കുന്ന, വിക്രമമായിരിക്കുന്ന ബാഹുക്കളുള്ള, അധാർമികരെ വിധാരണം ചെയ്ത് ധർമ്മം ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കുന്നു. ക്ലിയർ? ഇതാണ് നമ്മുടെ 49ാമത്തെ ശ്ലോകം. ഇനി 50ാമത്തെ ശ്ലോകമാണ്. 50ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ആവും. ഓക്കെ, 50ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ സ്വാപന സ്വവശോ, സ്വാഭന സ്വവശോ, വ്യാഭി നൈഘാത്മാ നൈക കർമ്മകൃത്, വത്സരോ വത്സി, രത്നഗർഭോധനേശ്വര എന്ന് വെച്ചാൽ സ്വാഭന സ്വവശോ വ്യാഭി നൈഘാത്മാ നൈക കർമ്മകൃത്, വത്സരോ വത്സി, രത്നഗർഭോധനേശ്വര. ഓക്കെ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്വാഭന എന്ന് പറഞ്ഞാൽ മായ കൊണ്ട് ജീവികളെ ഉറക്കുന്നവൻ. ഇങ്ങനെ ഉറങ്ങിപ്പോ അല്ലെ? നമ്മള് ഉറക്കത്തെ ജയിക്കാൻ ശ്രീല പ്രഭുപാദി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അമിതമായി കിടന്ന് ഉറങ്ങരുത്. അമിതമായി ഉറങ്ങുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മായ പിടിച്ചവനാ. അമിതമായി ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കിടന്ന് അങ്ങനെ ഉറങ്ങലേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പൊ മായ കൊണ്ട് ജീവികളെ ഉറക്കുന്നവനെയാണ് സ്വാഭന എന്ന് പറയുന്നത്. സ്വവശഃ എന്ന് പറഞ്ഞാൽ ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അതിന് കാരണമായിരിക്കുന്ന ആരാണ്? ഈ ലോകത്തിന്റെ സൃഷ്ടിയും അതിനെയെല്ലാം നിലനിർത്തുന്നതും സംഹരിക്കുന്നതും ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് സ്വവശ എന്ന് പറയുന്നത്. അപ്പൊ മായ കൊണ്ട് ജീവികളെ ഉറക്കുന്ന, ഈ ലോകത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ നിലനിർത്തുന്ന, സ്വതന്ത്രമായി ചെയ്യുന്ന, വ്യാപി ആകാശത്തെ പോലെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന, നൈകാത്മാ പലവിധ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന, നാനാ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് നൈകാത്മ എന്ന് വിളിക്കുന്നു. പലവിധ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന, നൈക കർമ്മകൃത് ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാദികളെ നാനാകർമ്മങ്ങളാൽ ചെയ്യുന്നവൻ. ജഗത്തിലെ ഈ ലോകത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ വിവിധമായിരിക്കുന്ന രീതികൾ കൊണ്ട് ചെയ്യുന്നവനെയാണ് നൈക കർമ്മകൃത് എന്ന് പറയുന്നത്. പിന്നെ വത്സര എന്ന് പറഞ്ഞ സകലത്തിന്റെയും വാസസ്ഥാനമായവൻ. എല്ലാം കുടികൊള്ളുന്നത് എവിടെയാണ്? ഭഗവാനിലാണ്. സകലത്തിന്റെയും വാസസ്ഥാനമായിരിക്കുന്ന വത്സല എന്ന് പറഞ്ഞാൽ ഭക്തവാത്സല്യമുള്ളവൻ. ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭഗവാന് ചങ്കും കരളുമാണ്. വത്സലനാണ് ഭഗവാൻ. ഭഗവാനെ ഹൃദയം അറിഞ്ഞ് വിളിക്കുന്ന ഒരു ഭക്തനെ ഒരിക്കലും ഭഗവാൻ കഷ്ടപ്പെടുത്തില്ല. അതുപോലെ ഭഗവാന്റെ ഭക്തർക്ക് നാശവുമില്ല. അതുകൊണ്ടാണ് ഭഗവാനെ വത്സല എന്ന് വിളിക്കുന്നത്. ഭക്തവാത്സല്യമുള്ളവനായിരിക്കുന്ന വത്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല പ്രജകളെയും പരിപാലിക്കുന്ന, വത്സന്മാരായിരിക്കുന്ന സകല പ്രജകളെയും പരിപാലിക്കുന്ന, രത്നഗർഭ എന്ന് പറഞ്ഞാൽ രത്നങ്ങൾ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രത്തിന്റെ രൂപമുള്ളവൻ. രത്നങ്ങളൊക്കെ എവിടെയാണുള്ളത്? സമുദ്രത്തിന്റെ അടിയിൽ. അപ്പൊ രത്നങ്ങളെല്ലാം അന്തർഭാഗത്ത് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ സമുദ്രത്തിന്റെ രൂപത്തിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഭഗവാന്റെ സൃഷ്ടികളാണ്, അതിലെല്ലാം ഭഗവാനുണ്ട്. അപ്പം അങ്ങനെ രത്നങ്ങളെല്ലാം ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന, സമുദ്രത്തിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ നമ്മൾ രത്നഗർഭ എന്ന് വിളിക്കുന്നു. ധനേശ്വര ധനങ്ങളുടെ എല്ലാം ഈശ്വരനാണ് ആര്? ഭഗവാൻ. ലക്ഷ്മി ദേവി പോലും ഭഗവാന്റെ
വക്ഷസ്ഥാനത്താണ് ധനത്തിന്റെ എല്ലാം ഈശ്വരനായിരിക്കുന്ന ആ ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ ധനേശ്വര എന്ന് വിളിക്കുന്നത്. ഇനി ഒറ്റ വാക്കിൽ ഈ അർത്ഥം പറയുകയാണെങ്കിൽ എന്താണ്? മായ കൊണ്ട് ജീവികളെ ഉറക്കുന്ന, ജഗത്തിന്റെ ഈ ലോകത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ ചെയ്യാൻ സ്വതന്ത്രമായി ചെയ്തുകൊണ്ടിരിക്കുന്ന, ആകാശത്തെ പോലെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന, നാനാരൂപത്തിൽ വിവിധമായിരിക്കുന്ന രൂപത്തിലെല്ലാം സ്ഥിതി ചെയ്യുന്ന, ഈ ലോകത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരാദികളെല്ലാം ചെയ്യുന്ന, നാനാ കർമ്മങ്ങളിലൂടെ ചെയ്യുന്ന, വിവിധമായിരിക്കുന്ന കാര്യങ്ങളിലൂടെ ഈ ലോകത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ ചെയ്യുന്ന, എല്ലാത്തിന്റെയും വാസസ്ഥാനമായിരിക്കുന്ന, എല്ലാം മരിച്ചു കഴിഞ്ഞാൽ ഭഗവാനിലേക്കാണ് ലയിക്കുന്നത് മോക്ഷം ലഭിക്കാൻ വേണ്ടി, ആ എല്ലാത്തിന്റെയും വാസസ്ഥാനമായിരിക്കുന്ന, ഭക്തവാത്സല്യമുള്ളവനായിരിക്കുന്ന, സകല പ്രജകളെയും പരിപാലിക്കുന്ന, രത്നങ്ങളെല്ലാം ഉള്ളിൽ വെച്ച് ഒതുക്കിയിരിക്കുന്ന സമുദ്രത്തിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന, ധനങ്ങളുടെ എല്ലാം ഈശ്വരനായിരിക്കുന്ന ആ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കുന്നു. അതാണ് സ്വാപനസ്വശോ വ്യാഭി നൈകാത്മാ നൈക കർമ്മകൃത് വത്സരോ വത്സലോ വത്സി രക്തഗർഭോധനേശ്വര എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ 50 ശ്ലോകങ്ങൾ നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിന്റെ അർത്ഥസഹിതം പഠിച്ചു. നമ്മുടെ യൂട്യൂബ് ചാനൽ ആക്റ്റീവാണ്. നിങ്ങൾക്ക് മഞ്ജരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഇട്ടിരുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് എളുപ്പം കാണാൻ സാധിക്കൂ. ഓക്കെ, ഇനി നമുക്ക് വളരെ കുറച്ച് ശ്ലോകങ്ങളേ ഉള്ളൂ കേട്ടോ പഠിക്കാൻ. അതൊക്കെ ഒരു 3-4 ക്ലാസ് കൊണ്ട് നമുക്ക് ആ ശ്ലോകങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേഗം നാരായണീയത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യുക. മഞ്ജരീസിൻ്റെ കോൺടാക്ട് നമ്പർ 93 42 49 49 41. മാക്സിമം ക്ലാസ് എല്ലാവരിലേക്കും എത്തിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേശൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഇന്ന് വിഷ്ണു സഹസ്രനാമം കേട്ട എല്ലാവരുടെയും പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാൻ ഐശ്വര്യം നൽകട്ടെ.